നമസ്കാരം ചെൽസി ഫാൻസ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രാൻസ്ഫർ ട്യൂസ്ഡേസ്. ആൻഡ് കഴിഞ്ഞ ആഴ്ച ചെറിയൊരു മൂഡ് ഓഫ് ആയിരുന്നു എല്ലാവർക്കും ട്രാൻസ്ഫേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ. കാര്യമായിട്ട് കൺഫർമേഷൻ ഒഫീഷ്യൽ ന്യൂസും അധികം മൂവ്മെന്റ് കാണാത്തതുകൊണ്ടൊരു സങ്കടം എല്ലാവരുടെയും മുഖത്തുണ്ടാകുന്നു സ്ട്രീമിൽ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ദ കേസ് ടുഡേ. അത്യാവശ്യം പോസിറ്റീവ് ന്യൂസ് തന്നെ ചെൽസിക്ക് ഇൻകമിങ്സ് ആൻഡ് ഔട്ട് ഗോയിങ്സ് രണ്ടും വന്നൊരു ദിവസമായതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ്സ് ഗുഡ് ന്യൂസ് ഫോർ ഓൾ ചെൽസി ഫാൻസ്. ആൻഡ് ലെറ്റ് മീ വെൽക്കം ടു ദ സ്ട്രീം അജിത് ബ്രോ. വെൽക്കം. താങ്ക് യു. സിദ്ധാർത്ഥും ഉണ്ട്, പക്ഷെ സിദ്ധാർത്ഥയുടെ ഐ തിങ്ക് സ്ക്രീൻ ഈസ് ഗ്രേഡ് ഔട്ട്. സിദ്ധാർത്ഥ് കേൾക്കാനുണ്ടോ? I think he will be joining. പറയൂ. കേട്ടില്ല. I think ഇപ്പൊ വരാന്നാ പറഞ്ഞ, അപ്പോ we can start. Okay, cool. And we'll also have SK Bro joining in some time. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏറ്റവും കത്തി നിൽക്കുന്ന ന്യൂസ് ഇത് തന്നെയാണ്. വെസ്ലി ഫൊഫാന ടു ലെസ്റ്റർ. ആൻഡ് വെസ്ലി ഫൊഫാന ചെറിയ രീതിക്കൊന്നുമല്ല, നല്ല രീതിക്ക് വർക്കിംഗ് ഫോർ ചെൽസി തന്നെ പറയാം. ഹി ഹാസ് ടേക്കൺ ഓഫ് ലെസ്റ്റർ ഫ്രം ബോത്ത് ഹിസ് ഇൻസ്റ്റാഗ്രാം ആൻഡ് ട്വിറ്റർ ബയോസ്. പിന്നെ അതപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സ്റ്റോറീസും ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കുമ്പോൾ വേറെ ചിലർ വിമർശിക്കും, അത് സ്വാഭാവികമാണ് എന്നുള്ള രീതിക്ക് പല പോസ്റ്റും വരുന്നുണ്ട്. അജിത് ബ്രോ, ഫസ്റ്റ് നിങ്ങളോട് തന്നെയാണ്. ഹൗ എക്സൈറ്റഡ് ആർ യു അബൌട്ട് ദ ഫൊഫാന ന്യൂസ്? I am pretty excited കാരണം ഞാൻ ഇപ്പോ ഐ തിങ്ക് ലാസ്റ്റ് ഒരു സീസണിലല്ലേ ഫൊഫാന കത്തി കയറിയത്. ആൻഡ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ടാഗിന്റെ കാര്യത്തിലാണ് ഇത്തിരി ഒരു കൺസേൺ ഉണ്ട്. കാരണം ഇംഗ്ലീഷ് പ്ലെയർ അല്ല, എന്നിട്ടും അവർ 80 മില്യൺ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ ബിറ്റ് ഓഫ് എ കൺസേൺ. പക്ഷേ ഐ തിങ്ക് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് കൗണ്ട്സ്. ആൻഡ് അഗെയിൻ ഒരു 50 to 60 മില്യൺ പൗണ്ട്സിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ബൈ എന്ന് ഞാൻ പറയുള്ളൂ. ആൻഡ് ഇപ്പോ പൈസ കൂടിയാലും അത് നമ്മുടെ കുറ്റം തന്നെയാണ്. കാരണം വി വെന്റ് ആഫ്റ്റർ പ്ലെയേഴ്സ് ആൻഡ് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. നമ്മള് കുറച്ച് കഷ്ടപ്പെട്ടതാണ്. അതിനെപ്പറ്റി ഇപ്പൊ പറയാതിരിക്കുന്നത് നല്ലത്. ആൻഡ് നൗ we know we are going into that crisis mode, as in crisis alla, the business end of transfer window, where we know that there will be battle from Leicester City know that we are desperate, and അതുകൊണ്ട് ഉള്ള ഒരു പ്രൈസ് വാർ സിറ്റുവേഷൻ ഉള്ളൂ. പക്ഷെ ഫൊഫാന ഈ പോസ്റ്റ് ഇടുന്നത്, ഞാൻ സാധാരണ പ്ലേയേഴ്സ് ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം പോസ്റ്റ് അല്ല, നോട്ട്ലി പോസ്റ്റ് പുള്ളി ഈ ലെസ്റ്റർ റിമൂവ് ചെയ്തല്ലോ ഹാൻഡിൽ. സാധാരണ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ആ പോസ്റ്റ് ഇറ്റ് വാസ് ലിറ്റിൽ ക്രിപ്റ്റിക് ആൻഡ് ഒരു ഗുഡ് ബൈ പറയുന്ന പോലെ തോന്നിയായിരുന്നു ലെസ്റ്റർ സിറ്റിയോട്. സോ ഇറ്റ് വാസ് ലൈക്ക് എ ലിറ്റിൽ ക്രിപ്റ്റിക്. കാരണം ഇനിയിപ്പോ പോയില്ലെങ്കിലും താങ്ക് യു ഫോർ ഓൾ യുവർ ലവ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് കുഡ് ബി ലൈക്ക് ഐ എം വോണ്ട് ടു സ്റ്റേ വിത്ത് യു. സോ he's playing it well, and I hope Chelsea crack this deal. For sure. SK Bro, അടുത്ത ചോദ്യം നിങ്ങളുടെ അടുത്ത് തന്നെ വരാം. ആൻഡ് വിത്ത് ദിസ് ഐൽ ഹാൻഡ് ഓവർ ഹോസ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഓൾസോ. ഫൊഫാന ആദ്യം ചെയ്തത് വാസ് ടു റിമൂവ് ക്ലബിന്റെ പേര് ഫ്രം ഓൾ ഹിസ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്. എന്നിട്ട് ചെയ്തത് എൻ്റെ സുഖം, എൻ്റെ കുടുംബം വിൽ ഓൾവേസ് ബി താങ്ക്ഫുൾ ടു ലെസ്റ്റർ. നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനോട് താങ്ക് യു. ഒരു രണ്ട് സൈഡും രണ്ട് തോണിയിലും കാല് വെച്ച് നടക്കുന്ന ഒരു രീതിക്കുള്ള ഒരു പെരുമാറ്റമായിരുന്നു എന്ന്. ഹൗ പോസിറ്റീവ് ആർ യു? ഈ ട്രാൻസ്ഫർ നടക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടോ? അഥവാ നടന്നില്ലെങ്കിൽ ഡു യു തിങ്ക് സ്ക്വാഡ് ഉള്ളിൽ തന്നെ തപ്പാനുള്ളൊരു ചോയ്സ് ഉണ്ടോ ചെൽസിക്ക്? I think it's a tough question. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് പ്ലേയിങ് എ ഡേഞ്ചറസ് ഗെയിം ഫൊഫാന. ഞാൻ അത്ര പറഞ്ഞു, 21 വയസ്സിൽ he's playing a very dangerous game that Chelsea wants to buy him and then he wants to leave Leicester City. അത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ഗെയിം ആയി മാറും. കാരണം പിന്നെ ലെസ്റ്റർ സിറ്റി ഫാൻസ് അവനെ വെർക്ക് ചെയ്യും. സെയിം തിങ് what Thibaut Courtois did to us. So that's kind of the reverse what he is doing. അല്ലെങ്കിൽ ഹാരി കെയ്ൻ ചെയ്യാൻ ശ്രമിച്ചത്. So it's a big risk. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഊട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. So there is definitely risk in terms of what Fofana is doing. പക്ഷേ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു ന്യൂസ് ആൻഡ് ഐ മീൻ വണ്ടർഫുൾ അഡീഷൻ. പക്ഷെ എൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യം, കൗണ്ടർ ടു യു ആകാശ്, is he the so called hyped center back? ഉണ്ടോ ആ കഴിവ്? I mean he's very young. പ്രീ ഇഞ്ചുറി ഐ തിങ്ക് ഹി വാസ്. ഈ ഒരു സീസൺ തുടക്കത്ത് നമ്മുടെ തന്നെ ഏതോ സ്ട്രീമിൽ തോന്നുന്നു ആസ്പിന് തന്നെ ചോദിച്ചപ്പോൾ സെന്റർ ബാക്കിന്റെ ഏരിയയിൽ ഹു ഓൾ ഡു യു വാണ്ട് ടു പറഞ്ഞപ്പോൾ കുലിബാലി ആൻഡ് ഫൊഫാന ഐ തിങ്ക് വർ ടു ഓഫ് ദ നെയിംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ ആണ്. ഐ തിങ്ക് അറ്റ് എ വെരി യങ് ഏജ് ഒരു ഫ്രഞ്ച് കപ്പ് ഫൈനലിൽ നെയ്മാർ എംബാപ്പേനായിട്ട് ഹി വെന്റ് അപ്പ് അഗൈൻസ്റ്റ് ദം ആൻഡ് ഐ തിങ്ക് ഹി കെയിം അപ്പ് ടോപ്സ്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ ആണ്. ഹി ഹാസ് സ്പേസ്, ഓൺ ദ ബോൾ ക്വാളിറ്റീസ് ഉണ്ട്. ഐ തിങ്ക് ഇന്ന് രാവിലെ വി ഡിസ്കസ് ദിസ് പാസിംഗ് സ്റ്റാറ്റ്സ്, ദേ ആർ ആസ് ഗുഡ് ആസ് റൂഡിഗർ ഇഫ് നോട്ട് ബെറ്റർ.
പിന്നെ കുണ്ടേനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈസ് ബെറ്റർ ഡിഫെൻസീവ്ലി ആസ് ഫാർ ആസ് ദ നമ്പേഴ്സ് ഗോ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഈസ് എ വെരി ഗുഡ് പ്ലെയർ, ബട്ട് ലെസ്റ്റർ ക്യാൻ പുഷ് ഫോർ മണി. ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ അത്യാവശ്യം കഴിയാനായ ഒരു സ്ഥിതി ആയതുകൊണ്ട് ദേ ക്യാൻ ഡെഫിനറ്റ്ലി സേ 80 വേണം, 85 വേണം, ആൻഡ് ചെൽസി ഹാസ് നോ ചോയ്സ് ബട്ട് ടു ഐദർ മാച്ച് ഇറ്റ് ഓർ ഗിവ് പ്ലേയേഴ്സ്. അപ്പോൾ ഹീസ് എ ഗുഡ് പ്ലെയർ, ബട്ട് കുറച്ച് വില കുറച്ചിട്ടാണെങ്കിൽ ലൈക്ക് വി ഡിഡ് വിത്ത് ചിൽവെൽ വിൽ ബി എ ഗുഡ് ഡീൽ ഫോർ ചെൽസി. Sid, ഒരുപാട് കമന്റ്സ് ലോങ് ടൈം സീയിങ് യു ഇൻ ദ സ്ട്രീം. ഒരുപാട് കമന്റ്സ് പറയുന്നു 80 million 85 million ഇസ് ഓവർ. എന്താണ് അഭിപ്രായം? നമ്മൾ ഓർക്കണം, നമ്മൾ വാങ്ങിക്കുന്നത് ലെയ്സെസ്റ്ററിൽ നിന്നാണ്. ദേ സോൾഡ് ഹാരി മഗ്വയർ ഫോർ 80. അപ്പോൾ ഒരു ക്വാളിറ്റിയുള്ള പ്ലെയർ വരുമ്പോൾ ഉള്ള പ്രൈസ് ടാഗ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇഫ് ദേ കുഡ് സെൽ മഗ്വയർ ഫോർ 80, ദേ ക്യാൻ സെൽ ഫൊഫാന ഫോർ 80. ആൻഡ് ഇപ്പം നമ്മൾ ആണ് ആവശ്യപ്പെടുന്നത്, അവർക്കല്ല ആവശ്യം. ദേ ഡോണ്ട് വാണ്ട് ടു സെൽ ഹിം. ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസ്ഫറിൽ, ലൈക്ക് ഈ ഒരു ക്വാളിറ്റി CB ട്രാൻസ്ഫേഴ്സിൽ നമ്മൾ ബെഗേഴ്സ് പോലെയാണ്. ബെഗേഴ്സ് ക്യാൻ ബി ചൂസേഴ്സ്. സോ കിട്ടുന്നത് നമ്മൾ എടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നല്ല CBs എല്ലാവരും പോയി. സോ അജിത്, പാനിക് ബൈ ആണോ ഇത്? പാനിക് ബൈ ആണോ ചോദിച്ചാ ഇറ്റ്സ് എ ബിറ്റ് ഡൈസി there. കാരണം if that player was not someone which would suit our game style, I think അങ്ങനെയാണെങ്കിൽ പാനിക് ബൈ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു since he's played in the back three and he's kind of proved playing the Premier League, പാനിക് ബൈ അല്ല. പിന്നെ അബൌട്ട് ലെസ്റ്റർ സിറ്റി, നമുക്ക് ശരിക്കും ഒന്ന് വില പേശി we can we have heard it before from them. അവര് he's not for sale, he's indispensable. അത് പക്ഷെ ലെസ്റ്റർ സിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ they would try to get that money. കാരണം ഈ ഒരു സമയത്ത് റീപ്ലേസ്മെന്റ് കിട്ടാൻ ഇത്തിരി പാടായിരിക്കും, ബിക്കോസ് വി ഹാവ് വെരി ലെസ് ടൈം till the transfer window closes. So yeah, I think ഒരു 70 million എങ്കിലും we have to close the deal. 70 million കൂടുതലാണ്, but we have to close it for that. ഹെബാർ, ലെസ്റ്റർ സിറ്റിക്ക് പൈസ വേണം, നമുക്ക് പ്ലെയറിനെ വേണം. അപ്പോ 80 million, അറ്റ്ലീസ്റ്റ് ഒരു 70 million പ്ലസ് ആഡ് ഓൺസ്. മെറീൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് മാത്രം നമുക്ക് കോൺഫിഡന്റ് ആയി പറയാം. മെറീനിന് വേറെ കുറെ കാര്യത്തിന് കുത്തിപ്പൊക്കുന്നുണ്ടെങ്കിലും ഐ തിങ്ക് ഷീ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് നെഗോഷിയേറ്റേഴ്സ് in the Premier League. ചിൽവെലിനെ പോലത്തെ ഒരു പ്ലെയർ ഐ തിങ്ക് വാസ് സെഡ് 80-90 million പറഞ്ഞിരുന്ന ടൈമിൽ ഷീ ബ്രോട്ട് ഇറ്റ് ഡൗൺ ടു 50ish. ബട്ട് ഇതന്നെ ലെസ്റ്റർ ഡെഫിനറ്റ്ലി നീഡ്സ് മണി. അവർക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറെ സൈനിങ്സ് ഐ തിങ്ക് ദേ ബ്രോട്ട് ഇൻ ഒരു ഫ്രഞ്ച് മിഡ്ഫീൽഡർ, ഐ തിങ്ക് പേര് സുമാറിയാണോ, ഐ തിങ്ക് ദേ ബ്രോട്ട് ഹിം ഇൻ, ഹി ഫ്ലോപ്ഡ്. ലോട്ട് ഓഫ് അതർ ഹൈ പ്രൊഫൈൽ സൈനിങ്സ് വന്നിട്ട് ദേ ഹാവൻ ഹിറ്റ് ആസ് ഇൻ ലെസ്റ്ററിന് ഉദ്ദേശിച്ച ഒരു ഇമ്പാക്ട് കിട്ടിയിട്ടില്ല. ആൻഡ് ദേ മിസ്ഡ് ഔട്ട് ഓൺ ദ ചാമ്പ്യൻസ് ലീഗ് ഓൾസോ. സോ ഫൈനാൻഷ്യലി ദ ക്ലബ് ഇസ് നോട്ട് ഇൻ ദ ബെസ്റ്റ് ഓഫ് ഷേപ്പ് എന്നാണ് പല റിപ്പോർട്ട്സും പറയുന്നത്. സോ ഇഫ് വി ക്യാൻ ലെവറേജ് ദാറ്റ്, എങ്ങനെയായാലും ഒന്ന് പറഞ്ഞ് ഫൊഫാന ഡീലാക്കുന്നത് ഫോർ അറൌണ്ട് 60 to 70 വിൽ ബി എ ഗ്രേറ്റ് ഡീൽ. ഹോപ്പ്ഫുള്ളി ദാറ്റ് ഹാപ്പൻസ്. സോറി, ഒരു ചെറിയ ബ്രേക്കിംഗ് അവേ ഫ്രം എ ടോട്ടൽ ഡിഫറെന്റ് ടോപ്പിക്. ഫോർമുല 1-ല് one of the rising talents called Oscar Piastri will drive for Alpine in 2023 എന്നുള്ള വാർത്തയാണ്. For those who are looking at Formula 1, this guy is in the future, Oscar Piastri. Anyway, നമുക്ക് തിരിച്ച് ചെൽസിയിലേക്ക് വരാം. നമ്മൾ ഒരുപാടായി ഫൊഫാനയെ കുറിച്ച് ഡീൽ ചെയ്യുന്നു. ഐ തിങ്ക് ദ ഹോട്ടസ്റ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ന്യൂസ്, സ്റ്റാർട്ടിംഗ് വിത്ത് യു അജിത്, ഈസ് കുക്കുറെല. നമ്മൾ സ്വീപ്പ് ഇൻ ചെയ്തു, നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നു. പേഴ്സണൽ ടേംസ് അഗ്രീഡ്, 50 million. ലുക്സ് ലൈക്ക് എ ഡീൽ, ഹൈലി വെർസറ്റൈൽ പ്ലെയർ. ഗുഡ് സൈനിങ്. Oh, definitely. Cucurella is someone who we would like. Now, kannum team Chelsea fans would take him. A very versatile player. He's got physique, and ipo I think 2 വർഷമായില്ലേ പ്രീമിയർ ലീഗിൽ കളിക്കുന്നു. So I feel like he's got his 1 വർഷം. Okay, fine. Whatever. That 1 year ബ്രൈറ്റന്റെ കൂടെ കളിച്ചത്, അതും ചെൽസിക്കെതിരെ കളിച്ച കളി. Oh my God. I think ഈ ചിൽവെൽക്ക് ഒരു കോമ്പറ്റീഷൻ ആവുന്നതും അടിപൊളിയാണ്. Or even if he's considered as LCB, even better, because ഒരു ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്ക് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. Those left footed crosses, we've not, ചെൽസിയിൽ we are not known for that left footed center backs. So അങ്ങനത്തെ ഒരു പ്ലെയർ വരുന്നത് ഡെഫിനറ്റ്ലി ഗുഡ്. ആൻഡ് ഓൾസോ ഇത്തിരി സർപ്രൈസിംഗ് ആണ്, കാരണം മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോ സിൻചെക്കോന് വിറ്റത് ഐ തോട്ട് കുക്കറില വരുന്നോണ്ടാണ് വിറ്റത്. പക്ഷെ ഇറ്റ് ലുക്സ് ലൈക്ക് ഐ ഡോണ്ട് നോ, ഇറ്റ്സ് എ ബിറ്റ് കൺഫ്യൂസ്. കാരണം സിറ്റി ഇസ് പ്രോബബ്ലി മോർ ഒരു ടെംപ്റ്റിംഗ് ഡെസ്റ്റിനേഷൻ ഫോർ എ പ്ലെയർ ലൈക്ക് കുക്കറില, കാരണം ബിക്കോസ് ഓഫ് ദ കൺസിസ്റ്റൻസി ദേ ആർ ഷോയിങ്. അപ്പൊ അതുകൊണ്ട് ചെൽസിയിലേക്ക് വരും എന്ന് കേട്ടപ്പോ ആദ്യം കുറച്ചൊരു ഇതായിരുന്നു, കുറച്ചൊരു ഐ വാസ് എ ബിറ്റ് skeptic about it, but എനിക്ക് തോന്നുന്നു if Tuchel is talking to Cucurella and convincing him about the project, I think it could work out.
SK ബ്രോ ഒറ്റ ന്യൂസ്, Akash, സോറി ടു കട്ട് ഇൻ. ചെൽസി ഒഫീഷ്യൽ സൈറ്റിൽ ചുക്വുമേക്കയുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. 10 മണിക്കാണ് വന്നിരിക്കുന്നത്. ചെൽസിയുടെ ഒഫീഷ്യൽ പേജിൽ ദേവ് അനൗൺസ്ഡ് ചുക്വുമേക്ക സൈനിങ്. ഇത് വല്ലാത്തൊരു മറ്റേ ആസ്റ്റൺ വില്ലയുടെ കാർണെ ചുക്വുമേക്ക 18-year-old ഹാസ് ബീൻ ഗിവൻ പെർമിഷൻ ടു ട്രാവൽ ടു ലണ്ടൻ ടു ഡിസ്കസ് പേഴ്സണൽ ടേംസ് ആൻഡ് അണ്ടർഗോ മെഡിക്കൽ. വന്നിരിക്കുന്ന ചെൽസി സൈറ്റില, ചെൽസി ഒഫീഷ്യൽ പേജില. This is very interesting. Hebar, you created this chart. Run us through this. Rudiger versus Cucurella. I mean, രണ്ടുപേരെ കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷെ എന്നാലും നമുക്ക് ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയായിട്ട്. എന്റെ അറ്റത്തൊന്ന് തുറക്കട്ടെ. ഐ തിങ്ക് ജസ്റ്റ് ടു ബി ഷുവർ ഐ എം ലുക്കിംഗ് അറ്റ് ദി റൈറ്റ്. കുക്കുറെല്ല വേഴ്സസ് റൂഡിഗർ അഗൈൻ സാമ്പിൾ സൈസ് കുറച്ച് ചെറുതാണ്. ബിക്കോസ് എന്താ പറയുക, കുക്കുറെല്ല ഐ തിങ്ക് പ്ലേഡ് ജസ്റ്റ് 10 games അറ്റ് സെന്റർ ബാക്ക്. ബട്ട് അഗൈൻ ആളുടെ പ്രോഗ്രസീവ് സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ദേ ആർ ഒറ്റ സെക്കൻഡ്, ദർ സംതിങ് റോങ് വിത്ത് മൈ ഇന്റർസെപ്ഷൻ ബ്ലോക്സ് ആൻഡ് പ്രഷേഴ്സ് കൂടുതലാണ്, whereas which is interesting. റൂഡിഗറിന്റെ നോൺ പെനൽറ്റി ഗോൾസ് ആണ് കുറച്ചും കൂടെ കൂടുതൽ, പക്ഷേ സാമ്പിൾ സൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്കൊന്നും ഇന്റർസെപ്ഷൻ സ്റ്റാറ്റ്സ് കൂടാൻ ഒരു സാധ്യത ഇസ് ബിക്കോസ് ബ്രൈറ്റൺ ആർ എ ടീം ഹു ഡു പ്രസ് ഓൺ ദ വിങ്സ്. അപ്പൊ അവിടെ നിന്ന് ബോൾ കുറെ വിൻ ആവാൻ സാധ്യത ഉണ്ട്, വിച്ച് കുഡ് ബി വൺ റീസൺ ദാറ്റ് ഹിസ് ഇന്റർസെപ്ഷൻ സ്റ്റാറ്റ്സ് ആർ ഗ്രേറ്റ്. ബട്ട് ഐ തിങ്ക് ദ ബെസ്റ്റ് number to look at is progressive carries and progressive passes for Cucurella. കഴിഞ്ഞ സീസൺ കുറെ തവണ നമ്മൾ കണ്ടത് ബോൾ വുഡ് ഗോ ടു മാർക്കോസ് അലോൺസോ, എന്നിട്ട് അവിടെ നിന്ന് ഒരു സർക്കുലേറ്റ് ആയി തിരിച്ച് ജോർജിനിയോ ആൻഡ് ദെൻ ബാക്ക് ടു ദ ഗോളി. ഐ തിങ്ക് ലോട്ട് ഓഫ് ചെൽസി ഫാൻസ് വർ വെരി ഫ്രസ്ട്രേറ്റഡ് ഈ ഒരു. ഇതാണല്ലോ അലോൺസോ വേഴ്സസ് കുക്കുറെല്ലയുടെ കമ്പാരിസൺ. അലോൺസോ ഇസ് ഇൻ ബ്ലൂ. നോട്ട് സർപ്രൈസിംഗ്, ഹി ഈസ് മോർ ഗുഡ് ഇൻ ഷോട്ട്സ്, ഗോൾ സ്കോറിംഗ്, അസിസ്റ്റ് അല്ല. പക്ഷേ ഡിഫെൻസീവ് ഏരിയാസ് അല്ലെങ്കിൽ പാസ് കംപ്ലീഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഹി ഈസ് സ്ട്രഗ്ലിംഗ് എ ബിറ്റ് അല്ലേ? അതാണ് ഹിസ് പ്രൊഗ്രഷൻ അലോൺസോ ഐ തിങ്ക് ഈസ് വൺ ഓഫ് ഹിസ് വീക്കസ്റ്റ് പോയിന്റ്സ്. അതായത് ബോക്സ് പ്രസൻസ് ഉള്ള ഒരു വിങ് ബാക്ക് ആണ്. ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ബോൾ സ്ട്രൈക്കേഴ്സ് അറ്റ് ചെൽസി. അതിന്റെ ഗുണം വൃത്തി കാണാനുണ്ട്. അതൊരു സ്ട്രൈക്കറുടെ നമ്പേഴ്സ് ആണ് ഫ്രം വിങ് ബാക്ക്. സോ കുക്കുറെല്ല മൈറ്റ് നോട്ട് ഗെറ്റ് ദ സെയിം നമ്പർ ഓഫ് അസിസ്റ്റ് ഓർ ഗോൾസ് ആസ് അലോൺസോ, ബട്ട് ഓവറോൾ പ്ലേയിൽ കുറെ കൂടെ ഇൻവോൾവ് ആയിരിക്കും. ഒരു ആളിനെ രണ്ട് സൈഡിലും ബീറ്റ് ചെയ്യാൻ ഒരു കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ്. പ്ലേസ് ലൈക്ക് എ മിഡ്ഫീൽഡർ. ഐ തിങ്ക് ഗെറ്റാഫിന് വേണ്ടി ലെഫ്റ്റ് വിംഗും കളിച്ചൊരു പ്ലെയർ ആണ്. അപ്പൊ അതെല്ലാം നോക്കുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വെരി ഗുഡ് പ്രൊഫൈൽ ടു ഹാവ് ഇൻ അവർ ടീം. വെരി എക്സൈറ്റഡ്. സിറ്റി നോക്കി, സിറ്റിക്ക് കിട്ടിയില്ല, ചെൽസി കിട്ടുന്നുണ്ട് പറഞ്ഞപ്പോ ഒരു സന്തോഷമുണ്ട്. അതെ. ഡീപേ ടു ചെൽസി കൺഫേം ഫ്രം ഫെബ്രിസിയോ റൊമാനോ എന്നൊരു കമന്റ് വരുന്നു, പക്ഷെ എനിക്കിതുവരെ മറ്റേ മലയാളി ഫെബ്രിസിയോടെ ട്വിറ്റർ പേജ് ആവും. നോക്കട്ടെ. സിഡിലേക്ക് വരാം. സിഡ്, കുക്കുറെല്ല, ബാക്ക് ടു കുക്കുറെല്ല. കുക്കുറെല്ല ആസ് എല്ലാവരും പറഞ്ഞ പോലെ ഒരു നല്ല പ്ലെയർ ആണ്. ലൈക്ക് ഈ സമ്മറിന് മുമ്പും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആയിരുന്നു, ലൈക്ക് സൈൻ ചെയ്യണം എന്ന്. പക്ഷെ സിറ്റി പൊക്കിന്ന് വിചാരിച്ചാൽ ലക്കിലി അവരുടെ നെഗോഷിയേഷൻസ് ഒരു ബ്രേക്കിലുണ്ടായി. ആൻഡ് കുക്കുറെല്ലനെ പറ്റി പറയുവാണെങ്കിൽ ഹി ക്യാൻ പ്ലേ ടു പൊസിഷൻസ്, ബട്ട് എനിക്ക് ലെഫ്റ്റ് വിങ് ബാക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിലാണ് താല്പര്യം. ബിക്കോസ് എനിക്ക് ഏരിയയിൽ അത്രയും കൺവിൻസ്ഡ് അല്ല കുക്കുറെല്ല. ആൻഡ് ഹിസ് പ്രോഗ്രഷൻ ഒക്കെ ഭയങ്കര നല്ലതാണ് ആസ് എ ലെഫ്റ്റ് വിങ് ബാക്ക്. ആൻഡ് ചിൽവെലിന് ഇഞ്ചറി കഴിഞ്ഞിട്ട് ഹിസ് പ്ലേ ഹാസ് ബീൻ ഇച്ചിരി ഡിക്ലൈനിങ് ആയിരുന്നു. ഹി വിൽ ടേക്ക് ടൈം പീക്ക് ചിൽവെൽ ആവണമെങ്കിൽ. ആൻഡ് അത്രയും ടൈം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ എന്തായാലും കുക്കുറെല്ല വരുന്നത് നല്ലതാണ്. ആൻഡ് കൺസിഡറിങ് ചിൽവെൽസ് ഇഞ്ചറി ഹിസ്റ്ററി, ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ഗോണ ഹേർട്ട് us. സോ കുക്കുറെല്ല ഒരു എന്തായാലും നമുക്ക് ലെഫ്റ്റ് വിങ് ബാക്ക് ഒരു കമ്പൽസറി സൈനിങ് ആയിരുന്നു. ആൻഡ് കുക്കുറെല്ല സ്വീറ്റൻസ് ഇറ്റ്. ഒരു ആസ്റ്റൺ വില്ലയായിട്ടുള്ള ഒരു ഡീലിനെ കുറിച്ച്, ഒരു 18 വയസ്സ് പയ്യനെ കുറിച്ചുള്ളത് പറയുന്നു. ഞാനത് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യൻ എന്നാലും ഫസ്റ്റ് ടീമിലൊന്നും കളിക്കാൻ പോകുന്നില്ല. He's definitely go into the development squad or probably do something else. Hebar, any idea on this player called Carney Chukwuemeka? Chukwuemeka winger ആണ്. I think he was a part of the Aston Villa first squad. പക്ഷേ എന്തോ കോൺട്രാക്ട് ഇഷ്യൂസ് കാരണം I think they weren't able to work out. But it's exciting. I think ഫസ്റ്റ് ടീമിലോട്ട് ഇൻവോൾവ് ആവാനുള്ള എല്ലാ സാധ്യത ഉണ്ട്, unless we hear of him being loaned back or something. അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആണ്. ലെവി കോൾവിനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നില്ല. ആൻഡ് ഐ വിൽ ബി ഹ്യൂജ്ലി സർപ്രൈസ്ഡ് ഇഫ് ടൂക്കൽ ഗെറ്റ്സ് എ റിസ്ക് വിത്ത് എങ്ങനെയാണ് പറയണേ, ചുക്വേമേക്ക. സിഡിലേക്ക് ചുക്വേമേക്കന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സിഡിലേക്ക് വരുന്നത്. ലെവി കോൾവിൽ, വി മിസ്സിംഗ് ഹിം, സെല്ലിംഗ് ഹിം വിത്ത് ബൈബാക്ക് ക്ലോസ്. We probably gonna sell him. ലെയ്സെസ്റ്റർ അല്ലെങ്കിൽ ബ്രൈറ്റൺ, ആ രണ്ട് ടീംസിനും കോൾവിലിനെ ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞ. ആൻഡ് നമുക്കിപ്പോ കുറെ ടാർഗറ്റ്സ് ഉണ്ട്, എല്ലാരെയും നമുക്ക് വാങ്ങിക്കാനുള്ള കാശില്ല.
200+ million ലൈക്ക് നമ്മൾ നോക്കുന്ന എല്ലാവരും വാങ്ങിക്കുകയാണെങ്കിൽ. സോ എന്തായാലും ഔട്ട് ഗോയിങ്സ് ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു 20 million 30 million എങ്കിലും എന്താ കോൾവിൽ നിന്ന് ഒപ്പിക്കാൻ നോക്കുമായിരിക്കും. സോ ഒരു കോൾവിൽ പ്ലസ് ഒരു 40 million, ഒരു 50 million 60 million ആയിരിക്കും എന്താ ഫൊഫാനയ്ക്ക് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. Ajit, smart deal moving Levi Colwill, bad future Guhe, Tamori not really not smart, because Levi Colwill, I think from what I've seen from the highlights, because I've not seen Huddersfield game, എനിക്ക് തോന്നുന്നു കോൾവിൽ ഇസ് എ പ്ലെയർ ഫോർ ദ ഫ്യൂച്ചർ. നമുക്ക് എന്തായാലും നമ്മൾ ഓൾറെഡി എസ് കെ പറഞ്ഞ പോലെ മേഡ് മിസ്റ്റേക്സ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ടൊമോറിനെ പേഴ്സണലി വിട്ടതിന് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഹീസ് എ പ്ലെയർ ഹു കൈൻഡ് ഓഫ് സ്റ്റാർട്ടഡ് പ്രൂവിങ് ഹിംസെൽഫ് അണ്ടർ ലാംപാർഡ്, ഹു വാസ് ഗിവൻ ചാൻസസ്. പക്ഷേ ഇഞ്ചറി വന്നതിന് ശേഷം പിന്നെ ചാൻസ് കൊടുക്കാൻ പറ്റിയില്ല, കൊടുത്തില്ല ലാംപാർഡ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഗുഹിയുടെ കാര്യത്തിൽ എനിക്ക് അത്ര വിഷമമില്ല. കാരണം ഗുഹി പേഴ്സണലി ചാൻസ് കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ പുള്ളി തന്നെ എടുത്ത തീരുമാനമാണ്, എനിക്ക് കളിക്കാൻ പറ്റില്ല, സോ ഐ വോണ്ട് ഗോ ആൻഡ് പ്ലേ. പക്ഷെ ലെവി കോൾവെലിന്റെ കേസിൽ ഐ തിങ്ക് ബ്രൈറ്റന്റെ ഡീലിൽ ഇഫ് വി ആർ ഇൻക്ലൂഡിങ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇഫ് യു ആർ ബൈങ് ബോത്ത് കുക്കറല്ല ആൻഡ് ഫൊഫാന, നമുക്ക് എന്തായാലും സ്പേസ് ഉണ്ടാക്കിയേ പറ്റൂ. ആൻഡ് ദെൻ സെല്ലിംഗ് ഹിം വിത്ത് എ ബൈബാക്ക് മേക്സ് എ സെൻസ്. പക്ഷെ അല്ലെങ്കിൽ ഇഫ് ഓൺലി വൺ CB is incoming more, എന്തായാലും അത് കോൾവിലിനെ വിൽക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എ ലോൺ ഓർ ലെറ്റ് ഹിം ബി വിത്ത് ദ സ്ക്വാഡ്. കാരണം ഐ ഫീൽ lot of games are coming and we should definitely, he should definitely get around 15 to 20 games here. Definitely പുള്ളിയുടെ ഈ പ്രായത്തിൽ he should be playing 40 games. അതുകൊണ്ട് it's from his side പുള്ളിക്ക് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ലെവി കോൾവിലിനെ വിൽക്കുന്നതിലേക്ക് തീരെ താല്പര്യമില്ല. Hebar, I think that's the biggest discussion regarding Levi Colwill. Selling, loaning, എന്തായാലും ചാൻസ് ഇല്ല, ബിക്കോസ് വി ഹാവ് നൗ കുക്കുറെല്ല ആൻഡ് ലെവി കോൾവിൽ അതിനകത്ത് വന്നിട്ടും കാര്യമില്ല. മേ ബി ഹി മൈറ്റ് പ്ലേ ആസ് എ CCB, സിൽവയുടെ അണ്ടർ സ്റ്റഡി ആയിട്ട്. പക്ഷേ ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ഔട്ട് ഐദർ ഓൺ എ ലോൺ ഓർ പറഞ്ഞ പോലെ മേ ബി ബൈ ബാക്ക് ഓപ്ഷൻ. ആൻഡ് സെക്കൻഡ്, ഞാൻ ഐ വോണ്ട് പ്രിറ്റൻഡ് ടു ബി എൻ എക്സ്പേർട്ട് ഓൺ കോൾവിൽ. വളരെ കുറച്ച് ഫുൾ 90s കണ്ടിട്ടുള്ളൂ, അതും ദോസ് ആർ ഇൻ ദ ചാമ്പ്യൻഷിപ്പ്. ആൻഡ് ആളുടെ ചാമ്പ്യൻഷിപ്പ് പ്ലേ ഓഫ് മാച്ച് അഗൈൻ വാസന്റ് ഹിസ് ബെസ്റ്റ്. ഒരു ഓൺ ഗോൾ ഒക്കെ ഉണ്ടായിരുന്നു, വാസന്റ് ഹിസ് ബെസ്റ്റ് പെർഫോമൻസ്. But based on what a lot, as in CFC Central, I think has made a 30-minute video purely on Levi Colwill, and he says വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ്, ബട്ട് there are kings to his game. ഇപ്പോൾ ഏരിയലി he might not be the strongest, മിസ്റ്റേക്സ് ഉണ്ടാക്കും, ബട്ട് ദാറ്റ്സ് എക്സ്പെക്ടഡ്. ഒരു 18 വയസ്സുള്ള പ്ലെയർ നേരെ പ്രീമിയർ ലീഗിൽ വന്ന് മിസ്റ്റേക്സ് ഇല്ലാണ്ട് കളിക്കുക പറഞ്ഞാൽ not something realistic. അപ്പോൾ whether we'll be able to guarantee him playing time this season, മോസ്റ്റ് പ്രോബ്ലി നോട്ട്. ആൻഡ് ആൾക്ക് പ്രസിഡന്റ് ഉണ്ട്. ഇപ്പോൾ ടൊമോറി പോയി, വൺ ദ ലീഗ് വിത്ത് AC Milan. ഗോഹി പോയി ആൻഡ് ഓൾമോസ്റ്റ് ക്യാപ്റ്റൻ, ആ ലീഡർഷിപ്പ് സ്റ്റേറ്റസ് ആണ് അറ്റ് ക്രിസ്റ്റൽ പാലസ്. ഇതൊക്കെ കാണുമ്പോൾ മേ ബി കോൾവിൽ തിങ്സ് ചെൽസിയിൽ ഐ മൈറ്റ് നോട്ട് ഹാവ് ദാറ്റ് സ്പോട്ട്, വേറെ ടീംസിലോട്ട് പോയാൽ ബെറ്റർ ഫോർ മൈ കരിയർ. ആൻഡ് ദർസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ് ഓൾസോ. ക്ലബിനെയും കുറ്റം പറയാൻ പറ്റില്ല, പ്ലെയറിനെയും കുറ്റം പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ബട്ട് അഥവാ വിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ബൈബാക്ക് ഫസ്റ്റ് റിഫ്യൂസൽ ഉണ്ടെങ്കിൽ വി കൻ ഫീൽ എ ലോട്ട് സേഫർ. ഒരു കാർണി ചുക് വു മെക്കന്റെ ഡീല് പറയാനുണ്ടെങ്കിൽ ഫെബ്രീസിയ പോലും സർപ്രൈസ്ഡ് ആണ്. 15 million പ്ലസ് ആഡ് ഓൺ, 6 വർഷത്തെ ഡീലാണ് സൈൻ ചെയ്തിരിക്കുന്നത്, 2028 വരെ. ആൻഡ് പുള്ളിക്കാരൻ ഇൻഫാക്ട് സിഡ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാം ജസ്റ്റ് ഫോർ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഹിയർ. കാണുന്നുണ്ടോന്ന് അറിയില്ല, കാണുന്നുണ്ട് ഏകദേശം. അതായത് പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 12 മാച്ചസ് കളിച്ചിട്ടുണ്ട്, ക്ലോസ് ടു 300 minutes. അങ്ങനെ എക്സെപ്ഷണൽ ടാലന്റ് എന്നൊന്നും പറയാനൊന്നുമില്ല. അല്ലെങ്കിൽ എവിടെ നിന്നും കേട്ടു വരാത്തൊരു പേര്. ടോട്ടലി ചേസ് ചെയ്തൊരു പ്ലെയർ ആയതുകൊണ്ട് മേ ബി കുറച്ച് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആവാൻ സാധ്യത ഉണ്ട്. ഐ തിങ്ക് ബാർസ വാസ് ഇൻട്രസ്റ്റഡ് അറ്റ് വൺ പോയിന്റ്. That is crazy. Any clue on it, Sid, Ajit? He was എന്താ ഇംഗ്ലണ്ട് അണ്ടർ 19 ടീം ക്യാപ്റ്റനും കണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് ഒരു മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞ സ്ഥിതിയിൽ ഹിസ് എന്താ പെർഫോമൻസ് ഇൻഡെക്സ് ഒക്കെ നല്ലതായിരുന്നു. ലൈക്ക് ഞാൻ ഇപ്പൊ ചെക്ക്ഔട്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കും അത്ര അറിയില്ലായിരുന്നു. ഇപ്പൊ നോക്കുമ്പം ഇറ്റ് സീംസ് നൈസ്. ആൻഡ് കൺസിഡറിങ് നമ്മൾ 15 million പ്ലസ് ആഡ് ഓൺസ് കൊടുക്കുകയാണെങ്കിൽ ഹി ഷുഡ് ബി ഗുഡ്. നമ്മൾ ഇന്റർ മിലാനിൽ ഒരു മിഡ്ഫീൽഡറിന് 20 million ആസ്ക് ചെയ്തുകൊണ്ട് നമ്മൾ പൈസ കൊടുത്തില്ലല്ലോ.
സോ ഇത്രയും നല്ലതായിട്ട് തോന്നിയോണ്ടായിരിക്കണം നമ്മൾ സൈൻ ചെയ്തത്. ആൻഡ് റീസെന്റ് നമ്മുടെ യൂത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കൂടിയിട്ടില്ല. സോ ഹി ഷുഡ് ബി ഗുഡ് ഓർ എൽസ് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. റൈറ്റ്. അണ്ടർ 19 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് വിത്ത് ഇംഗ്ലണ്ട് അടിച്ചൊരു പ്ലെയർ തന്നെയാണ്. ഐ എം ടോട്ടലി സർപ്രൈസ്ഡ്. എവിടെ നിന്നാണ് ഈ സ്റ്റാറ്റ്സ് പൊക്കിയെടുക്കേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസൺ ടുവേർഡ്സ് എൻഡിങ് ഡെബ്യൂ ചെയ്തത് കണ്ടായിരുന്നു, ബട്ട് തീരെ കണ്ടിട്ടില്ല ഈ പ്ലെയറിനെ പറ്റി. ഇപ്പോ ഫസ്റ്റ് ടീമിലേക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് ടീമല്ല, ഐ ഫോർ ദ ഫ്യൂച്ചർ ആയിട്ട് വേണ്ടി സൈൻ ചെയ്തതായിരിക്കും മിക്കവാറും. മേ ബി പൊട്ടൻഷ്യലി ഒരു വേഴ്സറ്റൈൽ ആയിട്ടൊരു മിഡ്ഫീൽഡറിന് വേണ്ടിയിട്ട്, ഒരു എലഗന്റ് മിഡ്ഫീൽഡർ എന്നുള്ളതാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ട്വിറ്ററിൽ യൂത്ത് റിസർച്ച് ചെയ്യുന്ന അക്കൗണ്ട്സ് ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സൈനിങ്ങിന്റെ പേരിൽ. അപ്പൊ ഐ തിങ്ക് ദാറ്റ്സ് പ്രൂഫ് ഹീസ് എ ഹൈലി റേറ്റഡ് യങ്സ്റ്റർ. അത് ട്രാൻസ്ലേറ്റ് ആയാൽ മതി ചെൽസി സ്ക്വാഡിലോട്ട് വന്ന്. ഹീസ് ഹോപ്പ്ഫുള്ളി ട്രാൻസ്ലേറ്റ്സ് ദാറ്റ് ടു. കറക്റ്റ്. നമുക്കിനി പറയാനുള്ളത് കുക്കുറേനയുടെ കാര്യം വന്നു. ലെറ്റ്സ് സ്പീക്ക് അബൌട്ട് ദ ബിഗ് മാൻ, ദ ഗോട്ട്, ദ ലെജൻഡ് റൊണാൾഡോ. ഹ്യൂജ് ക്വസ്റ്റ്യൻസ്. ചെൽസിക്ക് വേണം, ബോലിക്ക് വേണം, ടൂക്കലിന് വേണ്ട എന്ന് പറയുന്ന ഒരുപാട് ഡിസ്കഷൻസ് കാര്യങ്ങൾ നടക്കുന്നു. സിഡ്, I'll start with you. What's the future for Ronaldo and Chelsea? Is there anything? See, I don't think there is anything. ഇപ്പം PR പോലെ എന്തെങ്കിലും നടക്കുന്നതായിരിക്കും, സ്പ്രെഡിങ് ഇൻട്രസ്റ്റ്. ഇഫ് വി അത്രയും ഡെസ്പെറേറ്റ് ആണോ നമുക്ക്? ബിക്കോസ് വുഡ് വി വാണ്ട് ടു ഡൗൺഗ്രേഡ് അവർ അറ്റാക്ക്? ലൈക്ക് നമ്മൾ നേരത്തെ ഒരു പ്രസ്സിങ് അങ്ങനത്തെ ഇന്റൻസിറ്റി ഉള്ള ഒരു അറ്റാക്ക് ഒരു ഹാൻഡിക്യാപ്പ് ആക്കണോ? ലൈക്ക് ഒരാളും കൂടെ വന്നാലും I think Heba, that's a big misconception അല്ലേ? Ronaldo doesn't press എന്നുള്ള ഒരു കാര്യം. I think his pressing numbers aren't great. His pressing numbers aren't great. ഏകദേശം ലുക്കാക്കുവിന്റെ അത്ര പ്രസ് ചെയ്യലുള്ളൂ തോന്നുന്നു. But I think Sid is right in terms of what we Tuchel definitely wants. അധികം ടച്ചസ് എടുക്കാത്ത ഒരു സെന്റർ ഫോർവേഡ് ഹു, എന്താ പറയാ, ഇപ്പൊ ആ ലെസ്റ്റർ മാച്ചിൽ കായ് ഹാവേർട്സ് കളിച്ച പോലെ വിങ്ങേഴ്സിന് ഒരു സപ്പോർട്ട് പോലെ ഡെവലപ്പ് ചെയ്യുക, 2-1 ഉണ്ടാക്കുക. ഐ ഡോണ്ട് തിങ്ക് റൊണാൾഡോ ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് പ്ലെയർ. ബട്ട് സിഡ് പറഞ്ഞാലും കാര്യമുണ്ട്, ആസ് ഇൻ കുറെ ടാക്ടിക്കൽ ഇൻഫ്ലെക്സിബിലിറ്റീസും പിന്നെ വിൽ ഹാവ് ടു കേറ്റർ ടു റൊണാൾഡോ കുറെയൊക്കെ. അത്രയും നമുക്ക് ചെയ്യണമെങ്കിൽ വൈ ഡിഡ് വി ലോൺ ഔട്ട് ലുക്കാക്കു ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? നമ്മൾ അത് ചെയ്യാൻ റെഡി ആയിരുന്നെങ്കിൽ. സോ ഇത് മൊത്തത്തിൽ ഒരു സെൻസ് ഇല്ലാത്തൊരു ട്രാൻസ്ഫർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കായ് ഹാവേർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ലൈക്ക് വൺ ഓഫ് ദ ബിഗസ്റ്റ് ട്രേറ്റ്സ് ഹി ഹാസ് ഇസ് ഇറങ്ങി വന്ന് കളിച്ച് ബോള് പ്രോഗ്രസ് ചെയ്യും പ്ലേ. അത് റൊണാൾഡോ അധികം ചെയ്യാറില്ല. യുണൈറ്റഡിന്റെ കളി ശ്രദ്ധിക്കുകയാണെങ്കിൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓൾസോ പുള്ളി എല്ലാവരും തിരിച്ച് ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ ഓടുമ്പോൾ ഹീസ് നോട്ട് ദ ക്വിക്കസ്റ്റ് ആൻഡ് ഹി ഡസൻ, ആ ഇന്റൻസിറ്റി ഇല്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഏജ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, but adilla, and that is something that we have to accept. I could see that even in the preseason game for United, and it's something, and Tuchelne താല്പര്യം ഉണ്ടാവാൻ സാധ്യത ഇല്ല. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ കീ. ഇപ്പൊ ബോലിക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ മീഡിയ പറയുന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് he would be a Chelsea player if Tuchel is not interested. That's a very interesting point as well. Very true. Yes, I would love to have Ronaldo. Chelseakaaran channel നല്ലൊരു മൈലേജ് കിട്ടും, നല്ല വ്യൂസ് കിട്ടും വീഡിയോസിനൊക്കെ തീർച്ചയായിട്ടും. പിന്നെ ഫ്രണ്ടില് ഗോൾ, നമ്മുടെ കയ്യിലുള്ളത് ആൾക്കാർ ഗോൾ അടിക്കുന്നേക്കാളും എന്തായാലും ഗോൾ വരും എന്നുള്ളത് 100% ഉറപ്പ് തന്നെ, അതിൽ യാതൊരു സംശയമില്ല. ജസ്റ്റ് നമ്പർ സിഡ് പറഞ്ഞപ്പോ പറയാണ്, ഐ തിങ്ക് ലുക്കാക്കു ആവറേജസ് അറൌണ്ട് 10 to 11 പ്രഷേഴ്സ് പെർ ഗെയിം. റൊണാൾഡോ 6 to 7. അപ്പൊ അങ്ങനെ നോക്കുമ്പോ കുറച്ച്, ബട്ട് 18 ഗോൾ അടിച്ചിട്ടുണ്ട്. ഹീൽ ഡെഫിനറ്റ്ലി ബ്രിങ് ഔട്ട്പുട്ട്. പക്ഷെ Tuchel is not the kind of coach who changes his system മറ്റൊരു പ്ലെയറിന് വേണ്ടിയിട്ട്. വെറുതെ ഒരു ലുക്കാക്കുനെ തെറ്റിയ പോലെ തന്നെ ഇവിടെ അതേപോലെ ഒരു സിറ്റുവേഷൻ ആവുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇൻഫാക്ട് റൊണാൾഡോയുടെ ഡിസ്കഷൻ 50-50 ആണ്. പകുതി ഫാൻസ് ഒരു സൈഡ്, പകുതി ഫാൻസ് അപ്പുറത്തെ സൈഡ്. ഈവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും പകുതി ഫാൻസ് അപ്പുറത്തെ സൈഡ്, പകുതി ഫാൻസ് ഇപ്പുറത്തെ സൈഡ്. സോ ഇറ്റ്സ് ക്രേസി അബൌട്ട് ഇറ്റ്. ആൻഡ് മൂവിംഗ് ഫ്രം honestly Ronaldo, yeah, I would like to add to this. Honestly, more than Ronaldo, what we need from our players is ഈ മൗണ്ട്, ഇപ്പോ കായ് ഹാവേർട്സ് ഇവരൊക്കെ കറക്റ്റ് സമയത്ത് പാസ് ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഷൂട്ട് ചെയ്യാം. ഇത് ശരിയാക്കിയാൽ മതി. ലൈക്ക് ഐ ഹവ് സീൻ പ്രീ സീസണിൽ മൗണ്ട് കറക്റ്റ് ഒരു ബോൾ സ്റ്റേർലിങ്ങിന് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. സ്റ്റേർലിംഗ് വുഡ് ഹാവ് സ്കോർഡ്. അത് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് ഇപ്പോഴും ഫിനിഷിംഗ് ബോസ് ഉണ്ട്.
കുറെ പ്രശ്നങ്ങളുണ്ട് among attackers. More than a number 9 striker like a Cristiano Ronaldo, I feel നമ്മുടെ ഉള്ള players തന്നെ if they improve their decision making in the final third, I think we are good. Absolutely. Can I add? Go on. Like നമ്മുടെ ഫ്രണ്ട് ത്രീ ഫ്ലൂയിഡ് ആയിട്ട് കളിക്കുമ്പോൾ ലൈക്ക് വി ഡോണ്ട് ഡു അറ്റാക്കിംഗ് ഡ്രിൽസ് അത്രയും റൈറ്റ്, അങ്ങനെയല്ല പറയുന്നത്. ട്യൂക്കൽ പ്രിഫേഴ്സ് മോർ നാച്ചുറൽ ഫ്രണ്ട് ത്രീ. ആ ഒരു നാച്ചുറൽ സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഇല്ലാത്ത. സി സ്റ്റേർലിംഗ് ആൻഡ് ഹാവേർഡ്സ് ഇച്ചിരിയെങ്കിലും കാണിക്കുന്നുണ്ട്. ഹാവേർഡ്സ് ഫിനിഷിംഗ് ഈസ് വെരി മീഡിയോക്കർ റീസെന്റ് ആയിട്ട്, ബട്ട് മൗണ്ടിന്റെ ആ ടൈമിംഗ് ഒക്കെ ഭയങ്കര പുവറാണ് റീസെന്റ്. സോ ആ ട്യൂക്കൽ നീഡ്സ് ദാറ്റ് ക്വാളിറ്റി. ആ ക്വാളിറ്റി ഉള്ള അറ്റാക്സ് ഒക്കെ എപ്പോഴും ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. ഡോട്ട്മണ്ടിലും PSG-ലൊക്കെ they were all incredibly technical players. ആ ഫ്രണ്ട് ത്രീ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ. So Tuchel needs that. ഒരു stat I think captures, I think Ajit bro മറ്റേ raise ചെയ്ത point, Sid raise ചെയ്ത point, I think one stat perfectly captures this. Big chances created last season നോക്കുകയാണെങ്കിൽ Harry Kane had 19, Salah had 18, Trent TA Arnold with 18, KDB with 16. Our best player is Mount with 10. അപ്പോൾ ഒരു സ്ക്വാഡിന്റെ മോസ്റ്റ് ക്രിയേറ്റീവ് കോഗ് എന്ന് പറയുന്ന ആൾ തന്നെ വെൻ ഹീസ് ഹാർഡ്ലി ഹിറ്റിംഗ് ദോസ് നമ്പേഴ്സ്. ആൻഡ് മൗണ്ടിന്റെ കുറ്റം പറയല്ല, സിസ്റ്റത്തിന്റെയും കുറച്ച് മോശമാണ്, ലോട്ട് ഓഫ് സർക്കംസ്റ്റാൻസസ്. ബട്ട് ചെൽസി ആസ് എ സ്ക്വാഡ് മൊത്തം ഒന്നുകൂടി ദേ ഹാവ് ടു ബക്ക് അപ്പ് ആൻഡ് ക്രിയേറ്റ് മോർ. അത് നമുക്ക് എല്ലാ കളിയും കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ ദ സ്റ്റാറ്റ്സ് ആസ് വെൽ. ബട്ട് ടുക്കലിന് ഒരു ക്രിയേറ്റർ വേണം, ഇല്ലെങ്കിൽ ഒരു വൈഡ് അറ്റാക്കർ എന്തുകൊണ്ട് വേണം എന്നുള്ളത് ഇറ്റ്സ് പ്രിറ്റി എവിഡന്റ് ഫ്രം ആർ ചാൻസ് ക്രിയേഷൻ നമ്പേഴ്സ് ആസ് വെൽ. സോ എനിക്ക് ഓൾസോ റിഗ്രറ്റ് ഉണ്ട് ഈ വിൻഡോന്ന്. ഗബ്രിയൽ ജീസസ് പോയത് ലൈക്ക് ഒരു റിഗ്രറ്റ് ഉണ്ട്. He was great for us. പെർഫെക്റ്റ് പോലെയായിരുന്നു. Definitely yes. ഗബ്രിയൽ ജേസൂസിനെ തീർച്ചയായിട്ടും നമ്മൾ അഗ്രസീവ് ആയിട്ട് മേടിക്കണം. I don't know what happened behind the scenes. അല്ല, നമ്മുടെ ഗ്രൂപ്പ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും പറഞ്ഞു ജീസസിന് വേണ്ട, ജീസസ് 20 goals ഒന്നും സ്കോർ ചെയ്യില്ല. പക്ഷെ he may not score 20 goals, but he scores 15 goals, and right now in our team we don't have a player like that. That is the situation. I hope Sterling is the player to score 15 goals. കാരണം സിറ്റിയിൽ he has proved it time and again. പക്ഷെ we have to translate that into performances. And ജീസസ് നോക്കുകയാണെങ്കിൽ എല്ലാ ട്രേറ്റ് ഉണ്ട്. ഇപ്പൊ കൈ ഹാവേർട്സ് സ്ട്രൈക്കർ ആയിട്ട് കളിക്കാം, അല്ലെങ്കിൽ ഈവൻ he can play on the right or the left. Even Jesus has that quality. He has played also. സിറ്റിക്ക് വേണ്ടി റൈറ്റിൽ പലപ്പോഴും കളിച്ചിട്ടുണ്ട്. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര താല്പര്യമുള്ള പ്ലെയർ ആയിരുന്നു. ആൻഡ് he chose Arsenal, so that is that. പക്ഷെ if he could have gone gun ho, maybe he would have chosen Chelsea. Pretty interesting deal there. Now I think huge discussion, especially on പിന്നെ കുറച്ച് ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിക്കട്ടെ. ഫൊഫാനയുടെ ഡീലിന് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഡിയോങ്ങിന്റെ കേസ് വരാം. ഐ തിങ്ക് ഡിയോങ് സാഗ ഈ ട്രാൻസ്ഫർ സീസന്റെ അവസാനം വരെ കൊണ്ട് നടക്കും. പ്രോബബ്ലി ചെൽസി മൈറ്റ് ബിഡ് ഫോർ ഇറ്റ്, പ്രോബബ്ലി മൈ നോട്ട്. അത് ബാർസയായിട്ട് എങ്ങനെയാണ് അവരുടെ പെൻഡിങ് വേജ് ബിൽ അവർ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എടുക്കാൻ പോകുന്ന അതിനനുസരിച്ചിട്ടിരിക്കും. ഹെബാർ, എൻ്റെ ഒരു സ്വപ്നമാണ്, ഞാൻ എന്നോട് ഡിയോറിനെ പറ്റി ചോദിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക്. ഐ എം വെരി ബയസ് ടുവേർഡ്സ് ഫ്രങ്കിയുടെ. എനിക്ക് ആ ഒരു ബോൾ ക്യാരിങ് കുറച്ച് എലഗന്റ് ആയാലും മിഡ്ഫീൽഡേഴ്സിനോട് പണ്ടേ ഒരു സോഫ്റ്റ് കോൺട്ര ഉള്ളതാണ്. ലോഫ്റ്റസ് ചീക്കിന് ഏത് ഗ്രൂപ്പിൽ കുറ്റം പറഞ്ഞാലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വധിക്കാറുണ്ട്. നല്ലൊരു പ്ലെയർ ആണ്, ഹി മൈറ്റ് കം ഗുഡ് എന്നുള്ളത്. ബട്ട് ഡയോങ്ങിനെ പറ്റി ഐ തിങ്ക് ലോട്ട് ഓഫ് പീപ്പിൾസ് കൺസേൺ ഇസ് വേജസ് ആർ വെരി ഹൈ. പിന്നെ അവളുടെ ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് ആഫ്റ്റർ കമ്മിങ് ടു ബാർസലോണ കുറച്ച് മോശമാണ്. പക്ഷെ അണ്ടർ നമ്മുടെ ഇയാൾ ടെൻ ഹാഗ് ലാസഷോനിയും പിന്നെ ബ്ലിൻഡനായിട്ടൊക്കെ മിഡ്ഫീൽഡിൽ കളിച്ചപ്പോൾ ഹി വാസ് പ്രിറ്റി സോളിഡ് ഇൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ആസ് വെൽ. അപ്പോൾ ചെൽസിയിലോട്ട് വരികയാണെങ്കിൽ ഐ തിങ്ക് ഈസ് ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് സൈനിങ്. പക്ഷെ ബാർസയിൽ ഓൾമോസ്റ്റ് 400K വാങ്ങുന്ന ആൾ ആ ഒരു വേജ് കട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വരുമോ എന്നുള്ളത് വി ഹാവ് ടു സി. ഇപ്പൊ തന്നെ ഐ തിങ്ക് 17 million ഹീസ് ഓഡ് അറ്റ് ബാർസലോണ. അത് കിട്ടാണ്ട് വിടൂല എന്നുള്ളൊരു നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. ചെൽസിയിൽ വന്ന് വെദർ വി ക്യാൻ മാച്ച് ദാറ്റ് സാലറി is interesting. Sid? See, ആകാശ് പറഞ്ഞ പോലെ ഐ എം ഓൾസോ ബയസ്ഡ് ടു എലഗന്റ് മിഡ്ഫീൽഡേഴ്സ്. എനിക്ക് വെറാറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ഹിസ് പ്ലേ ആൻഡ് ഡിയോങ് റിസംബിൾസ് ഹിം ഇച്ചിരിയൊക്കെ. ആൻഡ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഐ ഓൾസോ ലൈക്ക് ഡിയോങ് എ ലോട്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പം if we can get him it would be great, but wages is it worth and breaking a wage structure ennulla question I don't have an answer, because and De Jong vannal he would ask for 200 plus endayalum, and that would completely നമുക്ക് കുറച്ച് കോൺട്രാക്ട്സ് റിന്യൂ ചെയ്യാൻ കിടപ്പുണ്ട്. സോ എല്ലാവരുടെയും എന്താ എക്സ്പെക്ടേഷൻസ് പൊട്ടിക്കും ലൈക്ക് വേജസിന്. സോ
I'm not sure completely, but I would love to see him play for us because he's that good. Ajit? ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് നമ്മുടെ മിഡ്ഫീൽഡിൽ പ്ലാൻ എന്താണ് അത് വ്യക്തമാക്കണം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ Jorginho is out of contract in 2023. Kante is out of contract in 2023. So whose contract are we going to renew? Who are we going to let go? കാരണം ഈ സീസണിൽ ഈ മിഡ്ഫീൽഡേഴ്സ് ആരും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഐ ഡോണ്ട് തിങ്ക് Jorginho is going to Juventus or going anywhere. Kante also. And Kovacic നോക്കുകയാണെങ്കിൽ ഇഞ്ചുറി റെക്കോർഡ് ഒരു പ്രശ്നമാണ്. And even if you talk about Kante's also injury record is a big issue. അങ്ങനെ നോക്കുമ്പോൾ I think De Jong വരുന്ന makes sense. അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡർ I think injury record also is pretty good, pretty decent. He plays a lot of games. And എന്റെ കൺസേൺ എന്ന് വെച്ചാൽ right now what skill set does he have more than the midfielders we already have? I think creativity wise he is much better. And if he can play in the pivot very well, like Akash mentioned, his defensive stats are not very impressive at the moment in Barcelona. It would need to be good when he plays for Chelsea, because he probably would play in the pivot. And three at the back system engane kalikkunnu nokkanam. So looking at our plan for the future, bringing in De Jong makes sense. And I think എനിക്ക് പേഴ്സണലി ചോദിച്ചാൽ I would love to see him, because I feel ഞാൻ കളി കണ്ടിടത്തോളം കളി കാണാൻ നല്ല രസമുണ്ട് De Jongന്റെ. And as a fan we always get excited by players who excite us on the pitch. But again പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഏത് മിഡ്ഫീൽഡറാണ് നമ്മൾ ക്ലബിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. കാരണം we have young players like Billy Gilmore, Ampadu waiting in the wings to play in the midfield. And even RLC, if you look at that matter, RLC though he is not first teamന് ഇപ്പൊ തന്നെ കളിക്കാൻ റെഡി അല്ലെങ്കിലും he is still in the club. So ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം we should think about getting a midfielder. Anyway, RLC is clear. He doesn't want to leave Chelsea. എന്ത് ഡീൽ പറഞ്ഞാലും ഞാൻ ചെൽസി വിട്ട് പോകില്ല എന്നുള്ളൊരു ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മുടെ റൂബൻ ലോഫ്റ്റസ്-ചീക്ക്. ഡെഫിനറ്റ്ലി വി ഹാവ് അംപഡു, ബില്ലി ഗിൽമോർ, ജോർഗിനോ, കാണ്ടെ, കോവച്ചിച്ച്, കോണർ ഗാലഹർ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിഡ്ഫീൽഡ് നിരയുള്ള ഒരു ക്ലബായിരിക്കണം മിക്കവാറും ചെൽസി. ആൻഡ് 3-4-3 ഫോർമേഷനിൽ ഡബിൾ പിവറ്റിൽ ആ കൂടെ 2 മിഡ്ഫീൽഡേഴ്സിനെ കളിക്കാൻ പറ്റുള്ളൂ, which is crazy stat to think about. Moving from midfield to defense, Malang Sarr, Alonso, ഇവർ രണ്ടുപേരും പോകാനുള്ള ചാൻസ് ഉണ്ട്. മൈ ബിഗ് ക്വസ്റ്റൻ ഇസ് ഓൾസോ എമേഴ്സൺ. ഹെബാറിൽ നിന്ന് തുടങ്ങാം. അലോൺസോ, സാർ, എമേഴ്സൺ, 3 ലെഫ്റ്റ് ഫുട്ടഡ് പ്ലേയേഴ്സ്. സാർ വിൽ ഐദർ ഗോ ടു മോണക്കോ ഓർ ഫുൾഹാം എന്നാണ് അവസാനം കുറച്ച് റിലയബിൾ റിപ്പോർട്ട്സ് വന്നതിൽ ഈ 2 പേരുകളായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഹി ഡിസേർവ്സ് ടു ഗോ വെറെവർ. ഒരു ടുക്കൽ സിസ്റ്റത്തിൽ LCB കളിക്കാനുള്ളൊരു ഓൺ ദ ബോൾ ക്വാളിറ്റി ഇല്ല, അറ്റ്ലീസ്റ്റ് അക്കോർഡിംഗ് ടു മീ. പക്ഷെ ഒരു മിഡ്ഫീൽഡ് പ്രീമിയർ ലീഗ് ടീമിനൊക്കെ ഹിൽ കംഫർട്ടബിൾ ആയി സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലെയർ ആണ്. ഇപ്പോൾ ഒരു ലെറ്റ്സ് സേ ഇഫ് ഹി ഗോസ് ടു സം പ്ലേസ് ലൈക്ക് വെസ്റ്റ് ഹാം ഓർ സംതിങ്, ഡെഫിനറ്റ്ലി കംഫർട്ടബിളി വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡേഴ്സ് ദർ. പിന്നെ അലോൺസോ ഓബ്വിയസ്ലി വാണ്ട്സ് ടു ഗോ ടു ബാർസലോണ. പിന്നെ ആളുടെ എന്തൊക്കെ ഗോൾ സ്കോറിംഗ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ഓൺ ദ ബോൾ to progress the ball, I don't think he's good enough anymore. ആ ഒരു കോൺടെ സീസൺ വാസ് ഹിസ് പീക്ക്. കഴിഞ്ഞിട്ട് ഇറ്റ്സ് ബിൻ അപ്പ് ആൻഡ് ഡൗൺ ഫോർ ദ മോസ്റ്റ് പാർട്ട്. എമർസനെ പറ്റി അഗൈൻ വി ആർ ഹിയറിംഗ് റൂമേഴ്സ് ദാറ്റ് ഹി മൈറ്റ് ലീവ്. കോൺക്രീറ്റ് ആയിട്ട് ഏത് ക്ലബിനാന്നൊരു റൂമർ വന്നിട്ടില്ല. ഐ തിങ്ക് ഇറ്റ് വാസ് ട്രൈങ് ടു റിക്കലക്ട് എവിടെയാണെന്നുള്ളത്. ബട്ട് അഗൈൻ ഈ 3 ഔട്ട് ഗോയിങ്ങും പിന്നെ വി ആർ ചേസിങ് കുക്കുറെല്ല അഗൈൻ. സോ ആ ഒരു ലെഫ്റ്റ് വിംഗ് ബാക്ക് പൊസിഷൻ വി ആർ സോർട്ടഡ്. റൈറ്റ് വിംഗ് ബാക്ക് ഇപ്പോൾ വി ആർ ആക്റ്റീവ്ലി ചേസിങ്. അത് ഐ തിങ്ക് ദാറ്റ് is where I'm more interested. ഇപ്പൊ ആര് വരും ആര് പോകുന്നുള്ളത് ആ റൈറ്റ് വിംഗ് ബാക്ക് ഏരിയയിൽ വി നീഡ് കവർ, വി നീഡ് ഹൈ ക്വാളിറ്റി കവർ. അപ്പൊ ആര് വരുന്നുള്ളൂ. വി ഹാവ് ഡുംഫ്രീസ്, അവിടെയാണ് കൈൽ വാക്കർ പീറ്റേഴ്സ് എന്ന് പറയുന്ന പേര് കേൾക്കുന്നത്. സിഡ്, സോ കൈൽ വാക്കർ പീറ്റേഴ്സ്, അലോൺസോ, സാർ. ഓക്കെ, ഔട്ട് ഗോയിങ്സ് പറയാം. അലോൺസോ, സാർ, എമേഴ്സൺ, പ്രോബബ്ലി ഇവൻ ആസ്പിലിക്വേറ്റ. ഇൻകമിങ് കുക്കുറെല ആൻഡ് പ്രോബബ്ലി കൈൽ വാക്കർ പീറ്റേഴ്സ്. നോക്കുമ്പോൾ എല്ലാം അപ്ഗ്രേഡ്സ് അല്ല. സെല്ലിംഗ് സാർ ഇസ് a blessing for me. എനിക്ക് സാറിന് like I really dislike the way he plays, so it's a blessing for me. അലോൺസോനെ ഗെറ്റ് റെഡി ചെയ്യുന്നത് നല്ലതാണ്. He has attitude problems and he isn't good on the pitch. And Azpilicueta, even though how much I love him, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് Chelsea, literally every Chelsea fan loves him, but the thing is he is getting old and he wants to play in Spain in his last years of his career. So it would be right to let him play. എന്താ പുള്ളിന്റെ വിശ്വസിന് അങ്ങ് വിടുന്നതല്ല നല്ലത്, കൺസിഡറിങ് ഇത്രയും നമ്മളെ സെർവ് ചെയ്ത പ്ലെയർ ആണ്. ആൻഡ് നമുക്ക് കിട്ടുന്ന പ്ലെയേഴ്സ് എല്ലാം യങ് ആൻഡ് ടെക്നിക്കലി നല്ല പ്ലെയേഴ്സ് ആണ്. സോ ഡെഫിനറ്റ്ലി ആൻ അപ്ഗ്രേഡ്.
അജിത്? അഗ്രി ടോട്ടലി. കാരണം ഈ പ്ലേസിൽ എല്ലാം പറയുന്നത് സിഡ് പറഞ്ഞ പോലെ തന്നെ സാറിന് എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം പുള്ളി കുറച്ച് അഗ്രസീവ് ആണ് കളിക്കുന്നത്. ദ വേ ഹി ഫൗൾസ് ഓൾസോ പേഴ്സണലി ഐ ഫീൽ ദാറ്റ് ഹീസ് നോട്ട് അറ്റ് ദ ലെവൽ ടു പ്ലേ ചെൽസി റൈറ്റ് നൗ. അഗെയിൻ ലോണിൽ വിട്ടിട്ട് തിരിച്ച് വന്നാൽ മതിയോ എന്ന് ചോദിച്ചാൽ വി ആർ ഓൾവേസ് ചേസിങ് സെന്റർ ബാക്ക്. സോ എനിക്ക് തോന്നുന്നു സെയിൽ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് ഹീസ് ഓൺ ഹൈ വേജസ് ആസ് വെൽ. പിന്നെ അലോൺസോയുടെ കാര്യത്തിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ഹി ഷുഡ് ബി ഗോയിങ് ഔട്ട് ബിക്കോസ് ലോങ് ഓവർ ഡ്യൂ ആണ്. ആൻഡ് ആസ്പിയുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഒരു വിഷമമുള്ളൂ. അഗെയിൻ ഇറ്റ് ഇസ് എ സെന്റിമെന്റൽ തിങ്. ആൻഡ് ടു ആഡ് ടു ദിസ് ഐ തിങ്ക് കെപ്പയും പോവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോ ഒരു ഗോൾ കീപ്പർ സൈൻ ചെയ്യാൻ പോവാണ് ഫ്രം US. ഐ തിങ്ക് ചിക്കാഗോ സിറ്റി. പേരെന്തായാലും സ്ലോനീന. സോ അപ്പൊ മെൻഡിയുടെ ഒരു ബാക്കപ്പ് ഗോളിയായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ്. സോ കെപ്പ വുഡ് ഡെഫിനറ്റ്ലി ലുക്ക് ഫോർ ഗെയിം ടൈം. കമ്മിങ് വേൾഡ് കപ്പ് സീസൺ ആണല്ലോ. സോ ഈ അറ്റ്ലീസ്റ്റ് ഒരു ലോൺ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി എ സെൽ. സോ കെപ്പയ്ക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് ഏകദേശം. കാരണം ഹീസ് ബീൻ ടു ഗുഡ് ടു സിറ്റ് ഓൺ ദ ബെഞ്ച്. ആൻഡ് ഐ മീൻ കുറെ പ്ലേയേഴ്സിന് നമ്മള് കുറെ പ്ലേയേഴ്സ് ലെഫ്റ്റ് us like Rudiger, Christensen, Nasby also in this one. And these players, so-called deadwoods, have to leave. Especially Marcus Alonso has to leave the club. And if you are buying Cucurella, then definitely we are sorted there. I mean, yes, deadwoods. I mean, lot of players അല്ലേ. നമ്മളിപ്പോ കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചതിന് ഇവിടെ നോക്കാൻ നേരത്ത് now Timo Werner is most probably going to RB Leipzig. ലുക്കാക്കോനെ നമ്മൾ പറഞ്ഞു ഒളിപ്പിച്ചു, നീ എങ്ങോട്ട് വന്ന് ചെന്ന് പണ്ടാര എങ്ങനെ ചെയ്യുന്ന പറഞ്ഞു വെച്ചു. Then we have Aspi, Emerson, Sar, Alonso, പിന്നെ കിടക്കുന്നുണ്ട് റോസ് ബാർക്ലി, ബാറ്റ്ഷ്വായ്. ഇറ്റ്സ് ക്രേസി. നമുക്കൊരു സെക്കൻഡ് 11 തന്നെ നമുക്ക് പറഞ്ഞയക്കാനുണ്ട്. ഹെബാർ ആൻഡ് ഓൾസോ ടീമോ വേണർ. I think ലാംപാർഡിന്റെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നത് ഹി ഡിഡ്ന്റ് ഗെറ്റ് റിഡ് ഓഫ് ദ പ്ലേയേഴ്സ് ഹി ഷുഡ് ഹാവ് ഗോട്ട് റിഡ്. ഒരു ബ്ലോട്ടഡ് സ്ക്വാഡിൽ എല്ലാവരെയും ഒരേപോലെ മോട്ടിവേറ്റ് ചെയ്യുക, അതും വിതൗട്ട് ഗിവിംഗ് എവ്രി വൺ ഗെയിം ടൈം വാസ് ഐ തിങ്ക് ഹിസ് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. അതും ഈ സീസൺ എസ്പെഷ്യലി കുറെ പേര് ടുക്കലിനൊരു കുറ്റപ്പെടുത്തിയതാണ്, വിച്ച് ഐ തിങ്ക് വാസ് വാലിഡ്. ആസ് ഇൻ ആ US ടൂറിൽ ചെൽസിയിൽ നിൽക്കണമെന്നേ താല്പര്യമില്ലാത്ത കുറെ പേരിനെ പിടിച്ച് പിന്നെയും സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്, ഗെയിം ടൈം കൊടുക്കുന്നുണ്ട്. സോ വൈ വാസ് ദാറ്റ് ഹാപ്പനിങ് എന്നുള്ളത് ചിലർ പറഞ്ഞു ഇറ്റ് വാസ് ടു ഗിവ് ദം ഫിറ്റ്നസ്. ചിലർ ഒരു എന്താ പറയാ ലേലം വിളിക്കുന്ന പോലെ അതാ വന്നു നോക്കൂ, ഇതാണ് കൊടുക്കാനുള്ളത്, കണ്ടെടുത്തോളൂ എന്നുള്ള ഒരു രീതിക്ക് കളിപ്പിച്ചതാണെന്ന് പറയുന്നവരുണ്ട്, വിച്ച് ഡിഡ്ന്റ് മേക്ക് എ ലോട്ട് ഓഫ് സെൻസ്. ബട്ട് അതാണ് അടുത്തൊരു 5-6 ദിവസത്തിൽ ഐ എം എക്സ്പെക്ടിങ് പുലിസിക്, വേർണർ ആൻഡ് സിയഷ് ടു ലീവ്. ഇന്നൊരു റിപ്പോർട്ട് ഉണ്ടാവുന്നു RJP ജേർണലിസ്റ്റിന്റെ ദാറ്റ് പുലിസിക് വാണ്ട്സ് ടു ഗോ. വേർണർ സിയഷിനും പോണെന്നുണ്ട്, കാലം ഹഡ്സൺ ഒഡോയിനും പോണെന്നുണ്ട് പറയുന്നുണ്ട്. ഇതായപ്പോ നമ്മുടെ ഫോർവേഡ് ലൈൻ അങ്ങനെ ഇല്ലാണ്ടായി. ലുക്കാക്കു, പുലിസിക്, സിയച്ച്, ടീമോ വേർണർ, ആസ്പിലക്വേറ്റ, അലോൺസോ, മലങ്സാർ, എമർസൺ, ബാർക്ലി, ബാറ്റ്ഷ്വായി. 10 പേരാണ്. ബാറ്റ്ഷ്വായി ടു എവർട്ടൺ നടക്കില്ല എന്നത് പറഞ്ഞിട്ടുണ്ട്. 10 പേരിന് ഒഴിവായ ടോഡ് ബോളിയുടെ ഒരു മറ്റൊരു ഫോട്ടോ പൂജാമുറി വെച്ച് ഡെയിലി രാവിലെ പൂജിക്കുക. ഇത് കുറെ കൊല്ലം ആരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്. പൂജ ഒന്നും ഇനിയും ലോണിൽ പോകാൻ പ്ലേയേഴ്സ് ഉണ്ട്, യങ് പ്ലേയേഴ്സ്. പക്ഷെ പൂജ വെക്കാൻ ഒന്നും ആയിട്ടില്ല. ഇഫ് പുലിസിക്, വേർണർ ആൻഡ് സിയഷ് ഓൾ ആർ ലീവിംഗ്, ദെൻ ഹു ആർ അവർ ഫോർവേഡ്സ്? കുറച്ച് പ്ലേയേഴ്സ് അല്ലേ ഉള്ളൂ. പിന്നെ ബാക്കി മൗണ്ട്, സ്റ്റേർലിംഗ്, ഹാവേർട്സ്. We have targets like Kashil, like if they leave we can get them. ഇതിപ്പം ഔട്ട് ഗോയിങ്സ് ഉണ്ടായില്ലല്ലോ, ഇൻകമിംഗ് ഉള്ളൂ. നമ്മൾ ടാർഗറ്റ്സ് കുറച്ചേരം വെച്ചിട്ടുണ്ട്. ബട്ട് ഇൻകമിങ്സ് വന്നിട്ട് വേണം നമുക്ക് പിള്ളേരെ പറഞ്ഞു വിടാൻ. അല്ലെങ്കിൽ ടോപ്പ് ക്വാളിറ്റി ഇൻകമിങ്സ് ആര് നോക്കുന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. വൈഡ് അറ്റാക്കേഴ്സിൽ എസ്പെഷ്യലി ഇപ്പൊ 4 വിങ്ങേഴ്സ് ഒക്കെ പോകുന്നുണ്ട് പറയുമ്പോൾ ഇറ്റ്സ് എ ലിറ്റിൽ കൺസേണിങ്. ആര് വരുന്നുള്ള നല്ല വിങ്ങേഴ്സ് മാർക്കറ്റിൽ ഇല്ല പൊതുവെ. ഉണ്ടായിരുന്ന ഇപ്പൊ ഭയങ്കര ഗ്നാബർ ഉണ്ടായിരുന്നു. ഹി സൈൻഡ് എ ന്യൂ കോൺട്രാക്ട്. എൻകുൻകു സൈൻഡ് എ ന്യൂ കോൺട്രാക്ട്. റാഫേലിയ ഉണ്ട്, ബട്ട് മിലാൻ വാണ്ട്സ് 100 million പ്ലസ്. ഇപ്പോൾ ലീഗ് ജയിച്ചിട്ടേ ഉള്ളൂ. ഹി സെറ്റിൽഡ് ഇൻ ദ സ്ക്വാഡ്. വരവ് സാധ്യത വളരെ കുറവാണ്. ചാൻസസ് ഇല്ല. സെന്റ് മാക്സിമൻ
like 50 million കൊടുത്താൽ കിട്ടുമായിരിക്കും, ബട്ട് ഐ ഡോണ്ട് തിങ്ക് വി വുഡ്. മാക്സിമം ഡ്രിബിൾ ചെയ്ത് തരാം, അതല്ലാണ്ട് വേറെ ഗുണമൊന്നുമില്ല. സെന്റ് മാക്സിമം കറക്റ്റ് ഒരു ഹാർട്ട് വേഴ്സസ് ഹെഡ് സൈനിങ് ആണ്. ഇപ്പോൾ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ്. ഇഫ് യു ലുക്ക് അറ്റ് സ്റ്റാറ്റ്സ് ഫ്രം ലാസ്റ്റ് ഇയർ, ഇത്രയും മോശം ഒരു വിങ്ങർ വേറില്ല. അപ്പൊ അങ്ങനെ വെദർ ബോലി വിൽ പുൾ ഔട്ട് ദ മണി ടു സൈൻ ഹിം കണ്ടത്. പിന്നെ മൈക്കിൾ ഐ തിങ്ക് റിയലിസ്റ്റിക്കലി ടീം ഓണർ മാത്രമേ പോകാൻ ചാൻസ് ഉള്ളൂ. കാരണം ലൈപ്സിഗ് they want him. സിയഷ് പോവാനാണെങ്കിൽ he could have left long back. ഇപ്പൊ പ്രീ സീസൺ കഴിഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് പോകുന്നതിൽ എനിക്ക് it doesn't make sense. നമുക്ക് പ്ലേയേഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ലേ സിയേഷിനെ നമ്മൾ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ AC മിലാനായിട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കഷനിൽ ഇരിക്കുകയല്ലേ. അതന്നെ, അപ്പൊ റീപ്ലേസ്മെന്റ് ഇല്ലാതെ സിയേഷിനെ വിടില്ല. ബട്ട് ടീം ഓണറിനെ റീപ്ലേസ് ഇല്ലെങ്കിലും വിടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. Because we are getting money out of him. We'll be from the forwards. I think team owner na nalla good money kittan chance undu, like at least oru 35 to 40 million kittan chance undu. Also Leipzig want him because they are his highest goal scorer, history le 95 goals. Agane nokkumbo I think if we are selling him it makes sense. But again team owner edakke kalikkumbo nannayi kalikkarundu. But I feel if we are having an opportunity to sell him now, it's the best to do. ഭവൻ, വിൽഫ്രഡ് സാഹ ഇവരൊക്കെ അവൈലബിൾ ആണ്. ഭവൻ 10 ഗോൾ 14 അസിസ്റ്റ് ആണ്. വെസ്റ്റ് ഹാം മിനിമം ഒരു 60 മില്യൺ 70 മില്യൺ ചോദിക്കും. അത് അവിടെ സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. ഭവൻ പക്ഷെ നല്ല പ്ലെയർ ആണ്. വിൽഫ്രഡ് സാഹ ഇൻകൺസിസ്റ്റന്റ് ആണ്. വിൽഫ്രഡ് സാഹയിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഭവൻ നല്ലതായിരുന്നു. സാഹ കുറച്ച് ഹൈപ്പ് കൂടുതലുള്ളൂ. ഐ ഫീൽ ഡെഫിനറ്റ്ലി ടാലന്റ് പ്ലെയർ ഒക്കെയാണ്, പക്ഷെ കുറച്ച് കാലായിട്ടുള്ള ഹൈപ്പ് മാത്രമേ ഉള്ളൂ. ഇഷ്യൂസ് പുള്ളിക്കാരൻ അതുപോലെ സപ്ലൈ കിട്ടുന്നില്ല. ഭവന്റെ ഒക്കെ സ്റ്റാറ്റ്സ് നോക്കാൻ നേരത്തെ ഓക്കെ, മേ ബി ഹീസ് പ്ലേയിങ് ഫോർ അല്ല അത്രയ്ക്ക് മോശം ടീമിന് വേണ്ടിയൊന്നുമല്ല കളിച്ചോണ്ടിരിക്കുന്നത്. ഹി ഈസ് വാട്ട് ഹിസ് സ്റ്റാറ്റ് ഇസ് 0.36 per 90 goals, assist 0.30, which is pretty എന്താ പറയണേ out of contract. Chelsea should have signed Dembele when he was out of contract. Chelsea tried, അവൻ വന്നില്ല. he wanted to say Barca, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കരയിപ്പിക്കരുത്. ഇത്ര അടിപൊളി ഒരു പ്ലെയർ വേറെ കിട്ടാനുണ്ടാകുന്നില്ല ഈ വിൻഡോയില്. പറ്റി എന്താ അഭിപ്രായം? ഇവൻ നിന്ന് കഴിഞ്ഞാൽ പൊളിക്കൂട്ട്. ഇഞ്ചുറി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഐ മീൻ he's too good. He's incredibly talented. ചുമ്മാതാണോ ഇത്രയും ഇഞ്ചുറി ഉണ്ടായിട്ട് ബാർസലോണ wanted to sign him back, keep him back. അത്രത്തോളം ശ്രമിച്ചിട്ടല്ല അവർ പിടിച്ച് നിർത്തിയത്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എംഫിസ് ഡീപേ, I think that's a huge name we are getting in. Any possibility, Sid? Possibilities ഉണ്ട്, but I am not personally hyped for him because ഡീപേ ഒരു എന്താ ഭയങ്കര ബ്ലാൻഡ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയ. ഹി ലിങ്ക് അപ്പ് പ്ലേസ് ഒക്കെ നല്ലത്, പക്ഷെ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഹി ലാക്സ് ദാറ്റ് സ്പെഷ്യൽ സംതിങ്, അതുപോലെ പറയാം. എന്താ ഡീപേ ഞാൻ കഴിഞ്ഞ സീസൺ കുറച്ച് ബാർസ മാച്ചസ് കണ്ടായിരുന്നു. അതിലൊക്കെ ഡീപേന്റെ ലിങ്ക് അപ്പ് കുഴപ്പമില്ല. ഹി വാസ് ലൈക്ക് ഒരു 90 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ കുറെ നേരം ഹി വാസൻ ഇൻ ദ പിക്ചർ, കുറെ നേരം ഔട്ട് ഓഫ് ദ പിച്ച് പോലെയായിരുന്നു, കാണാനില്ലായിരുന്നു, ഗോസ്റ്റിംഗ് പോലെയായിരുന്നു. അതിന് ഇടയ്ക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവും, ബട്ട് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഐ ഡോണ്ട് തിങ്ക് നമ്മൾക്ക് പറ്റിയൊരു പ്ലെയർ ആണ്. അതായത് ഔട്ട്പുട്ട് ഭയങ്കര മോശമാണ് പറഞ്ഞ. ഗോൾസ് അസിസ്റ്റ് in non-penalty goals, non-penalty assist typically is on a lower side. Passes and all is good. Defensive contribution, of course, as a forward, you don't need it. Heba? ഡിപ്പയുടെ ബാർസയുടെ മാത്രം നോക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഹീസ് ഇൻ ദ ഐഡിയൽ സെറ്റിംഗ് ഫോർ ഹിം. വേറെ ആൾക്കാർ ഐ തിങ്ക് വർ ഇൻ ഫേവർ ഓവർ ഹിം. കോച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു. കൂമൻ ഹു ട്രസ്റ്റ് ഡിപ്പെ വന്നു. ഐ തിങ്ക് ഹി ഹാഡ് എ ഗുഡ് പാച്ച് ദയർ. പിന്നെ ജാവി ഡണ്ടർ ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് ഫൗണ്ട് ഹിസ് ഫീറ്റ് ടിൽ നൗ. പക്ഷെ നെതർലൻഡ്സിന് ഈസ് അഗൈൻ വൺ ഓഫ് ദെയർ ബെസ്റ്റ് പ്ലേയേഴ്സ്. അതാണ് ഫ്രാങ്കി ഡയോങ്ങിനെയും ബാക്ക് ചെയ്യാൻ കാരണം. ബിക്കോസ് ഇൻ ദ റൈറ്റ് സെറ്റിംഗ് ഹീസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ. ഡിപ്പയുടെ ഹീസ് വേഴ്സറ്റൈൽ, ആസ് ഇൻ ഫാൾസ് നൈനും കളിക്കും, വിങ്ങറും കളിക്കും. ആൻഡ് ഇസ് ഹി ബെറ്റർ ദാൻ ആർ കറന്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഡിബേറ്റബിൾ. ആസ് ഇൻ പുള്ളിസിച്ചിനേക്കാൾ ഔട്ട്പുട്ട് കൊണ്ടുവരുമോ വെച്ചാൽ പ്രോബബ്ലി യെസ്, അവൈലബിളും ആയിരിക്കും. വേറൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പാനിക് ബൈ പോലെ വായിക്കാവുന്നതുള്ളൂ. ഒരു സെക്കൻഡ് അഭി, ഇപ്പോഴും ഞാൻ പറയണു ഡെംബലെ സ്റ്റിൽ an injury prone player. അത് സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവൺ ആണ്. He is an injury prone player. He is not playing regular games. It is obvious. ഇഞ്ചുറി ഇല്ലാത്ത സമയത്ത് അവന്റെ പെർഫോമൻസ് കിടുവാണെന്നുള്ളതും കറക്റ്റ് ആണ്. സോ ഒരു ഹൈലി വേഴ്സറ്റൈൽ, ഹൈലി ടാലന്റഡ് പ്ലെയർ വിത്ത് ഇഞ്ചുറി പ്രോൺ. അവന് ഇഞ്ചുറി ഇല്ലാന്നുണ്ടെങ്കിൽ 20 ഗോളൊക്കെ പുഷ്പം പോലെ ഒരു സീസൺ അവൻ അടിക്കാൻ പറ്റും. അപ്പോ ലാസ്റ്റ് സീസൺ ഭേദപ്പെട്ടു തോന്നുന്നു. കുറച്ച് ആള് കല്യാണം കഴിഞ്ഞൊന്ന് ഒതുങ്ങിയോ.
അതെ, പിന്നെ ഇപ്രാവശ്യത്തെ ഫിനിഷിംഗ് പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് ഫ്രം പ്രീ സീസൺ ലുക്സ് റിയലി ഗുഡ്. ഐ മീൻ എന്തായിത്തീരുന്നുള്ളത് വരുന്നത് ബാക്കി കണ്ടാൽ അറിയാം. Anything last updates before we wind up, Heba? ഗോഡിയോൾ വേണർ സ്വാപ്പ് ഡീലിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഗോഡിയോൾ ടുക്കൽ വളരെ അധികം റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണെന്ന് ന്യൂസ് ഉണ്ട്. ബട്ട് അഗൈൻ ലേപ്സിക് സീ ഹിം ആസ് അൺടച്ചബിൾ എന്നുണ്ട്. അപ്പോൾ ഈവൻ ടീമോ വേണറിന്റെ ഡീൽ നടക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ഡീൽ ആയിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഗോഡിയോൾ ഒരു സ്വാപ്പ് ഡീൽ ആയിട്ട് നടക്കുന്നുള്ളൂ. സെപ്പറേറ്റ് ടീമോ വേണർ ഡീൽ, സെപ്പറേറ്റ് ഗോഡിയോൾ ഡീൽ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. I think we covered most of in the plan ചെയ്തതെല്ലാം. Ajit said anything we missed out? അല്ല, ഡിപേനെ പറ്റി പറയണേ, ഐ ഫീൽ ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ചെൽസി ടു മേക്ക് ദിസ് മിസ്റ്റേക്ക് അഗെയിൻ, ദാറ്റ് പ്രീമിയർ ലീഗിൽ കളിച്ച ഒരു പ്ലെയർ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലെയറിനെ വീണ്ടും വാങ്ങി കൊണ്ടുവരാൻ. എക്സാമ്പിൾ ലുക്കാക്കു. ലൈക്ക് യുണൈറ്റഡിൽ നമ്മൾ കണ്ടതാണ്, എവർട്ടണിൽ നന്നായി കളിച്ചു, ബട്ട് ഇൻ എ ബിഗ് ടീം ലൈക്ക് ലുക്കാക്കു he was given enough and more time and he was not able to prove. And നമ്മൾ വീണ്ടും we went back to him and that too we made a mistake of 100 million പോയി മേടിക്കാൻ. ആ ഒരു മിസ്റ്റേക്ക് ഇപ്പൊ ഡിപേനെ വാങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 50 million ആവും. ഐ മീൻ ഐ എം സെയിങ് അറൌണ്ട് ദാറ്റ്. സോ അത്രയും കാശ് കൊടുത്തിട്ട് ഒരു പ്ലെയറിനെ വാങ്ങുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഓൾസോ ഔട്ട്പുട്ട് അത്ര ഇല്ല ആൻഡ് വേഴ്സറ്റൈൽ പ്ലെയർ ആണ്, കുറച്ച് ഫ്ലെയർ ഉള്ള പ്ലെയർ ആണ്. ലൈക്ക് ആകാശ് മെൻഷൻ, നെതർലൻഡ്സിന് വേണ്ടി കളിക്കുമ്പോൾ ഹീസ് ട്രൂലി ഇൻക്രെഡിബിൾ പ്ലെയർ. പക്ഷെ ഐ തിങ്ക് പേഴ്സണലി സിൻസ് ഹീസ് നോട്ട് പെർഫോംഡ് അറ്റ് യുണൈറ്റഡ് ആൻഡ് ഗിവൺ ഇനഫ് ടൈം, എനിക്ക് തോന്നുന്നില്ല വി ഷുഡ് ഗോ ആഫ്റ്റർ ഡിപേ. ഡിപേയില് എനിക്കും വലിയ താല്പര്യമില്ല. ബട്ട് മൈക്കിൾ ഒലീസ് അല്ലേ, ഹൗ മച്ച് വുഡ് ഹി കോസ്റ്റ് ഐഡിയലി? ഒലീസ് നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സീസണിൽ 38 ഗെയിംസിൽ പെർഫോമൻസ് ഒക്കെ കാണിക്കാൻ പറ്റിയ ഒരു പ്ലെയർ അല്ലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ ഹീസ് ടു യങ് ഫോർ ഇറ്റ്. Yeah, but still he plays good. He has that ആ ഒരു എബിലിറ്റി ഉണ്ട്. കഴിഞ്ഞ സീസണിൽ 12 ഗെയിം സ്റ്റാർട്ട് ചെയ്തു, 1141 മിനിറ്റ്, ഗോൾ ഔട്ട്പുട്ടും അസിസ്റ്റ് ഔട്ട്പുട്ടും ഓക്കെ ഫൈൻ. Yeah, but like he creates നല്ല chances ഒക്കെ, openings ഒക്കെ ഉണ്ടാക്കും. He's more of a chance creator than anything else. Yes. Beautiful. He plays nice, elegant ആണ് കളി. And does whatever he is. They're stacked. Crystal Palace ഒരു വിങ്ങർ പോയ ആൾ ഉഷാറാവുന്നുണ്ടോ? They have a history of producing quality wingers. അപ്പോൾ എല്ലാരും ഭയങ്കര soft. Will have a great career എന്തായാലും. Yeah. എനിക്കൊരു ആകാശ് ബ്രോ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, പറ്റുകയാണെങ്കിൽ ഞാനൊന്ന് സ്കെയർ ചെയ്യട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ചുക്കുവെമക്കന്റെ ഒരു ട്വിറ്ററിൽ കണ്ട കുറച്ച് ക്ലിപ്സ് ആണ്. ജസ്റ്റ് ലെറ്റ്സ് പ്ലേ ദാറ്റ് ഫോർ ലൈക്ക് 30 seconds. ഇതല്ലേ പ്ലെയർ? ചുക്കുവെമക്ക ഒരു 1 versus 1 സ്പെഷ്യലിസ്റ്റ് ആണ്. നല്ല ബോൾ കൺട്രോളിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് കണ്ടിട്ട്. Then I don't think ഇവർ റിസർവ് പോകാൻ സാധ്യതയില്ല. ഫസ്റ്റ് ടീം സ്ക്വാഡ് ആയിട്ട് തന്നെ സാധ്യത. എനിക്ക് തോന്നുന്നു നമ്മുടെ റൈറ്റ് സൈഡ് വൈഡ് അറ്റാക്കറിന് വേണ്ടിയിട്ടുള്ള റോളിനായിരിക്കും he might be trying out. Good ball control, body feints, nice. Of course ഇത് ചെറിയ ക്ലിപ്പുകൾ മാത്രമാണ്. there you go. one-on-one dribbler. ടൂക്കലിന്റെ സിസ്റ്റത്തിന് പറ്റിയൊരു പ്ലെയർ ആയിട്ടാണ് നോക്കുന്നത് അല്ലേ? pretty interesting. ഇയാളുടെ 2-3 ഫുൾ മാച്ച് ഇരുന്ന് കണ്ടു വേണം ഒരു അഭിപ്രായം വൃത്തിക്ക് ഉണ്ടാക്കുക. Initial impression, Ajit? Confident player, 18 years ആയിട്ട് ഇങ്ങനെ ടേക്കിംഗ് ഓൺ ഡിഫൻഡേഴ്സ്, ഡ്രിബ്ലിംഗ് സൂപ്പർ ആണ്. ലൈക്ക് വെരി കോൺഫിഡന്റ് ഇൻ ഹിസ് അബിലിറ്റീസ്. നമ്മളൊരു യങ് പ്ലെയറിനെ നോക്കുമ്പോൾ വി ജഡ്ജ് ദം ബൈ ദെയർ കോൺഫിഡൻസ്. ഐ തിങ്ക് ആകാശ് പറഞ്ഞ പോലെ ഫസ്റ്റ് ടീമില് സ്ക്വാഡിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് സീ. അതെ, ഒരു 18 വയസ്സുകാരനെക്കാളും ഒരു മെച്യൂരിറ്റി ഇതിനകത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മള് ഓക്കെ, അത് കോൾവില്ലേക്ക് വരാൻ, വീണ്ടും കോൾവില്ലേക്ക് തിരിച്ചെത്തണം. പക്ഷെ ഫസ്റ്റ് ഇംപ്രഷൻസ് ഭയങ്കര ലൈക്ക് ഹീസ് അത്യാവശ്യം ടോൾ ആൻഡ് ഹീസ് വെരി അജൈൽ ഓൺ ഹിസ് ഫീറ്റ്. ലൈക്ക് 185 centimeters, 185 കണ്ടില്ല. ആൻഡ് ഹീസ് സ്റ്റിൽ വെരി നൈസ് ഓൺ ദ ബോൾ. ലൈക്ക് അത്രയും ഹൈറ്റിലുള്ള പ്ലേയേഴ്സ് ഒക്കെ എന്താ ടെക്നിക്കലി ഇച്ചിരി വീക്കാണ് ഡ്രിബ്ലിംഗ് ഒക്കെ. ആൻഡ് ഹീ ഷോസ് നോ സൈൻസ് ഓഫ് ദാറ്റ്. ഹീ പ്ലേസ് വെരി നൈസ്, ലൈക്ക് ഡ്രിബ്ലിംഗും ക്ലോസ് കൺട്രോൾ ഒക്കെ. ആൻഡ് ഹിസ് പ്ലേസ്മെന്റും അത്യാവശ്യം നല്ലതാ.
ആൻഡ് ഹിസ് പാസസ് ഇച്ചിരി കൂടെ ടൈം ചെയ്യണം, പക്ഷെ ലൈക്ക് ക്രോസ് ചെയ്യുന്ന ആ ഒരു ടൈമിങ്. ബാക്കിയെല്ലാം ഐ ലൈക്ക് ദം ഈ കോമ്പലേഷൻ വെച്ചിട്ട്. ഫുൾ മാച്ച് കണ്ടിട്ട് എനിക്കും ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അറ്റ്ലീസ്റ്റ് നമ്മൾ ഇപ്പൊ ഞാനൊക്കെ ഒരു പ്ലെയറിൽ നോക്കുന്ന 1-2 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-on-1, എബിലിറ്റി ടു കൺട്രോൾ ദ ബോൾ, എബിലിറ്റി ടു ഡ്രിബിൾ. അറ്റ്ലീസ്റ്റ് ഇനിഷ്യൽ ഇംപ്രഷൻ ഹി ലുക്സ് pretty solid with technical aspects. ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, വാക്കർ പീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. ഹെബാർ, യുവർ ഒപ്പീനിയൻ ഓൺ ഹിം? I think two aspects to Walker Peters, as in left back കളിച്ചിട്ടുണ്ട്, right back കളിച്ചിട്ടുണ്ട്. So he brings cover. As of now അധികം കവർ ഇല്ലാത്ത ഒരു പൊസിഷനിൽ he brings a lot of cover. പിന്നെ കഴിഞ്ഞ സീസൺ I think he was very good for Southampton. കുറച്ച് എക്സ്പോസിസ്റ്റ് ആണ്. They like to press high, they like to break fast. അതേപോലെ they leave themselves open on the transition. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ 7 ഗോൾ 9 ഗോളൊക്കെ വിടാറ്. പക്ഷെ I think he's one player who has shown his quality over time. കുറെ പേര് പറയുന്നത് ലിവറമെന്റോ ബൈബാക്ക് ഉള്ളപ്പോൾ why do you want to spend so much money on a player from the same team? ലിവറമെന്റോ തിരിച്ചു വരാൻ തന്നെ I think at least January ആവും after his ACL injury. And ACL കഴിഞ്ഞ് കമ്മിങ് ബാക്ക് ടു ഫുൾ ഫിറ്റ്നസ്, കമ്മിങ് ബാക്ക് ടു ഫുൾ ഫോം isn't easy. നമ്മുടെ ടീമിൽ തന്നെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ I can't fault Tuchel for wanting to bring in another wing back, but better than Dumfries in my opinion, Kyle Walker-Peters. Ajit? Most definitely ഡംഫ്രീസിനെക്കാളും മച്ച് ബെറ്റർ ഓപ്ഷനാണ് കൈൽ വാക്കർ പീറ്റേഴ്സ്. ഓൾസോ പ്രീമിയർ ലീഗ് പ്രൂവൺ, നല്ല പേസുള്ള പ്ലെയർ, യങ് പ്ലെയർ. ബട്ട് അഗെയിൻ ഇഷ്യൂ ഇസ് വെദർ ഹി വുഡ് വാണ്ട് ടു കം ടു ചെൽസി ടു ബി ഓൺ ദ ബെഞ്ച്. കാരണം ഇപ്പോൾ ഹീസ് എ വെരി ബിഗ് പ്ലെയർ, ഹീസ് എ കീ പ്ലെയർ ആൻഡ് ഹി കോൺട്രിബ്യൂട്ട്സ് എ ലോട്ട്. ഈ ഗോൾ സ്കോറിംഗിലും പുള്ളി വന്ന് നൈസായിട്ട് വന്ന് ബോക്സിന്റെ ഉള്ളിലൊക്കെ കയറാറുണ്ട്. Similar situation to Lamptey. Why would he want to stay at Chelsea? I mean, come to Chelsea when he's a first team player now. Right. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വുഡ് ലൈക്ക് ഇറ്റ് മോർ ദാൻ ഡംഫ്രീസ്. ഡംഫ്രീസിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, 50 million ഓൺ ഡംഫ്രീസ് ഇസ് എ ബിറ്റ് ടു മച്ച്. ആൻഡ് മേ ബി എ ഗുഡ് പ്ലെയർ, ഐ ഹവ് നോട്ട് സീൻ മച്ച് ഓഫ് ഹിം. പക്ഷെ ഡെഫിനറ്റ്ലി കൈൽ വാക്കർ പീറ്റേഴ്സ് ഓവർ ഡംഫ്രീസ്. എനിക്കൊരു ചെറിയ ഒരു തോന്നൽ, ലൈക്ക് റീസിന് ചിലപ്പോൾ RCB കളിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇൻ ഡയർ സിറ്റുവേഷൻസ്. എന്നിട്ട് വാക്കർ പീറ്റേഴ്സിന് റൈറ്റിംഗ് ബാക്ക്. കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതായിരിക്കും. ബട്ട് വേറെ കാര്യമുണ്ട്, ഫൊഫാന വരികയാണെന്നുണ്ടെങ്കിൽ കൈൽ വാക്കർ പീറ്റേഴ്സ്, റീസ് ജെയിംസ്, ഫൊഫാന, ദാറ്റ്സ് ക്രേസി. അതുകൊണ്ട് ലൈക്ക് ഒരു ബാക്കപ്പ് പോലെ ആയിട്ട് എനിക്ക് തോന്നിയ, ലൈക്ക് ഫൊഫാന നടന്നില്ലെങ്കിൽ നമ്മൾ കൈൽ വാക്കർ പീറ്റേഴ്സ് ഓൾ ഇൻ ആയിരിക്കും. ആൻഡ് നമ്മൾ കുറച്ച് സമയത്തേക്കെങ്കിലും റീസിന് RCB കളിപ്പിക്കുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസസ് ഉണ്ടാവും ഇഫ് വി കാൺട്ട് sign all the players we want. അങ്ങനത്തെ ഒരു ബാക്കപ്പ് ചോയ്സ് ആണ് എനിക്ക് തോന്നിയ. ആൻഡ് വാക്കർ പീറ്റേഴ്സ് എന്തായാലും അവർ 30+ ചോദിക്കും. സോ 35 to 40 ഫോർ എ ബാക്കപ്പ് പ്ലെയർ, അത് ഇച്ചിരി കൂടുതലല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം ആസ് എ റൈറ്റിംഗ് ബാക്ക്. Interesting. Arsenal, Liverpool, Manchester United and AC Milan, Barcelona were all interested in the Chelsea bound Carney. So pretty interesting. നമ്മൾ ഹോട്ട് 3 യങ് ടാലൻസിനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഒമാരി ഹച്ചിൻസൺ, ഗബ്രിയൽ സുനീന ആൻഡ് കാർണി. ഇത് പേര് പഠിച്ചെടുക്കാൻ കുറെ നടക്കും. മെക്ക. ഓക്കെ, അതിനി എന്നുള്ളത് കണ്ടറിയാം. ഇനി 5 സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ളതുകൊണ്ട് കുറെ പ്ലേയേഴ്സിനെ മേടിച്ചാലും നമുക്ക് ഡെഫിനറ്റ്ലി ഇത്. Malangsar has decided to join AS Monaco after Fulham made both permanent and loan offers. Thomas Tuchel has never regarded Sarr as anything more than a fringe player. So I think that is pretty obvious. Jamie Vardy situation നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. Unless and until Leicester wants to sell him, I don't think Jamie Vardy wants to go anywhere else. That's pretty interesting. So let's see. That's it, guys, for the Transfer Tuesday. ഒരുപാട് നാൾക്ക് ശേഷം കുറെ മൂവ്മെന്റുകളൊക്കെ കാണുന്നു. മൂന്നാമത്തെ സൈനിങ്. ആൻഡ് ഇൻഫാക്ട് ഇഫ് ഈ പറയുന്ന കാർണി ഫസ്റ്റ് ടീം പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തേർഡ് സൈനിങ്. സോ ലെറ്റ്സ് സീ ഹൗ ദിസ് ഗോസ്. ചെൽസി ഈസ് ഹോട്ട് ഇൻ ദ മാർക്കറ്റ്. പ്രീമിയർ ലീഗ് 2-3 ദിവസത്തിനുള്ളിൽ തുടങ്ങും, അത് വേറൊരു കാര്യം. പക്ഷേ ഐ തിങ്ക് ഇൻ ദ നെക്സ്റ്റ് 1 week or so we might make a couple of more signings. That's what I think. That's it, guys. Thank you so much. Thanks Hebar, thanks Ajit, and thanks Sid for joining us. ആൻഡ് താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി ജോയിൻ ചെയ്യുന്നതിൽ. അപ്പം ഇനി വീണ്ടും അടുത്ത വീഡിയോ സന്ധിക്കും വരെ വണക്കം.